ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. മഹാഭാരതത്തിലേക്ക് നമുക്ക് കിടക്കാം. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കീചകവധമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം तं സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനി ആചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരഗദാദായ നഗരഗ്രാമധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനി ശിവാശുഭാനവീ ദേവി ദൈതായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിർദവ സിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയെ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ ഗൗരാവിർഭാവഭൂമിസ്ഥം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവസർവോമ ശ്രീജഗന്നാഥായ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോർമമ മന്ദമതേർഗതിമത്സർവസ്വ പാദാംബോജോ രാധാമദനമോഹനോ ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ്രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീരഘോവിന്ദദേവോ പൃഷ്ഠാരഭിസേവ്യമാനോ സ്മരാമി. ശ്രീമദ്രാസരസാരംഭീ വംശീവരത്തരസ്ഥിത കർഷൻ വേണുസ്വനേർഗോപിർഗോപിനാഥശ്രീയസ്തുനാ തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ ഹരേ. മൂകം കരോതി വാചാലം ഭംഗും ലംഘയതി ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച ആരംഭിക്കാം.
കഴിഞ്ഞ മഹാഭാരതത്തിൽ പാണ്ഡവരെങ്ങനെയാണ് വിരാട് രാജ്യത്തിലേക്ക് പ്രവേശിച്ചത് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. നമുക്കിനി എങ്ങനെയാണ് കീചകന്റെ വധം നടക്കുന്നതെന്ന് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലൂടെ നോക്കാം. പന്ത്രണ്ട് വർഷത്തോളം വനവാസത്തിലായിരുന്ന പാണ്ഡവർ അവരുടെ അവസാനത്തെ ഈ വനവാസത്തിന്റെ ദിവസത്തിനായിട്ട് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അവരുടെ അജ്ഞാതവാസത്തിലെ ദിവസങ്ങൾ വളരെ വേഗതയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. കാരണം മുഴുവൻ ദിവസം അവർ തിരക്കിലായിരിക്കും. കാരണം യുധിഷ്ഠിർ മഹാരാജ് രാജാവിൻ്റെ തന്നെ വളരെ അടുത്ത മന്ത്രിയായിട്ട് സേവനങ്ങൾ അനുഷ്ഠിക്കുകയാണ്. ഭീമസേനനാണെങ്കിൽ അടുക്കളയിലും, നകുലൻ കുതിരകളുടെ കാര്യം നോക്കുന്നു, സഹദേവൻ പശുക്കളുടെ കാര്യം നോക്കുന്നു, അർജുനാണെങ്കിൽ അന്തപുരിയിലുള്ള സ്ത്രീകളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നൃത്തവും സംഗീതവും ഒക്കെ അല്ലേ. പിന്നെ നമ്മുടെ ദ്രൗപദി ദേവിയാണെങ്കിൽ സൈരന്ധ്രിയായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്ഞിയുടെ അല്ലേ. യുധിഷ്ഠിർ മഹാരാജ് വിരാട് രാജനുമായിട്ട് ചൂത് കളിക്കുമായിരുന്നു. വൃഷപർവൻ എന്ന ഋഷിയിൽ നിന്നും നന്നായി ചൂത് കളിയുടെ എല്ലാ കാര്യങ്ങളും പഠിച്ചു. അങ്ങനെ ആ കളിയിലൂടെ രാജാവിൽ നിന്ന് ഒരുപാട് സമ്പത്ത് ശേഖരിച്ചു. എന്നിട്ട് ആ സ്വത്ത്, ആ ലഭിച്ച സമ്പത്തൊക്കെ രഹസ്യമായിട്ട് സഹോദരങ്ങളെ ഏൽപ്പിച്ചു യുധിഷ്ഠിർ മഹാരാജ്. എന്നിട്ട് ഭീമൻ ഉറപ്പുവരുത്തി ബാക്കിയുള്ള എല്ലാ പാണ്ഡവർക്കും, പ്രത്യേകിച്ച് നകുലനും സഹദേവനും നല്ല ഭക്ഷണം ലഭിക്കുന്നുവെന്ന്. അർജുനാണെങ്കിൽ കൊട്ടാരത്തിലെ രാജ്ഞിമാരിൽ നിന്നും തോഴിമാരിൽ നിന്നുമൊക്കെ ഏറ്റവും നല്ല വസ്ത്രങ്ങളൊക്കെ ലഭിക്കുമായിരുന്നു. അതെല്ലാം സഹോദരന്മാരുമായിട്ട് പങ്കുവയ്ക്കുമായിരുന്നു അർജുൻ. എന്നിട്ട് നകുല സഹദേവന്മാർക്കും രാജാവിൽ നിന്ന് ലഭിച്ച സ്വത്തുവകളൊക്കെ, സമ്പത്തൊക്കെ അത് മറ്റ് സഹോദരന്മാരുമായിട്ട് പങ്കിടുമായിരുന്നു. 12 വർഷത്തിന് ശേഷം അവർക്ക് തോന്നി നമ്മൾ വീണ്ടും നമ്മുടെ അമ്മയുടെ വീട്ടിലെത്തിയത് പോലെയായിരുന്നു പാണ്ഡവർക്ക് തോന്നി. അതുകൊണ്ട് വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷെ അതേ സമയത്ത് ദ്രൗപദിയുടെ കാര്യത്തിൽ അവർ വളരെ ശ്രദ്ധയും പുലർത്തിയിരുന്നു. ദുര്യോധന്റെ ചാരന്മാരിൽ നിന്നും ഒരു തരത്തിലുള്ള ആപത്തും ദ്രൗപദിക്ക് ഉണ്ടാകരുത് എന്ന് പാണ്ഡവർ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ അവസാനത്തെ അജ്ഞാതവാസത്തിലെ 4 മാസം കഴിഞ്ഞപ്പോൾ മഹാദേവന്റെ സന്തോഷത്തിന് വേണ്ടി വിരാട് രാജ്യത്തിൽ ഒരു ഉത്സവം നടക്കുകയായിരുന്നു. അതിലൊന്ന് ഗുസ്തി മത്സരമായിരുന്നു. ഭരതവർഷത്തിലെ പല പല മഹാശക്തനായിട്ടുള്ള മല്ലന്മാരും അതിൽ പങ്കെടുത്തിരുന്നു. വളരെ ശക്തമായിട്ടുള്ള ശരീരം, ആനയെ പോലെ ഇരിക്കുന്ന ശരീരവും അവരുടെ ആ ശക്തിയുടെ ഉള്ള അവരുടെ അഹങ്കാരം, അതിലായിരുന്നു. അത് കാണേണ്ട കാഴ്ച തന്നെയാണെന്ന് ഇവിടെ പറയുന്നു. അവരുടെ കൈയും തുടയും ഒക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ട് അവർ ഗോദയിലേക്ക് ഇറങ്ങും. അങ്ങനെ വലിയൊരു മത്സരം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു മല്ലനായിരുന്നു ജിമൂതൻ എന്ന് പറയുന്നത്. അവൻ മഹാശക്തനായിരുന്നു. അവനാണ് ആ യുദ്ധത്തിൽ ജയിച്ചത്, ആ ഒരു ഗുസ്തി മത്സരത്തിൽ. അവൻ എഴുന്നേറ്റ് നിന്നിട്ടും എല്ലാവരും വെല്ലുവിളിക്കുകയായിരുന്നു. പക്ഷെ ആർക്കും അവനുമായിട്ട് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു, ഭയമായിരുന്നു. ഉടൻ തന്നെ വിരാട് രാജാവ് എന്ത് ചെയ്തു? നമ്മുടെ പാചകക്കാരനായ വല്ലഭനെ വിളിക്കാൻ പറഞ്ഞു. ഭീമനാണെങ്കിൽ രാജാവിൻ്റെ ആജ്ഞ നിരസിക്കാൻ കഴിയില്ല. അങ്ങനെ താല്പര്യമില്ലാഞ്ഞിട്ടും ഭീമൻ മല്ലയുദ്ധത്തിന് വേണ്ടി തയ്യാറാകുകയാണ്. ഭീമന് പൊതുവെ ഗുസ്തി മത്സരമൊക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷെ ഭീമന് പേടിയായിരുന്നു. ഭീമന്റെ യഥാർത്ഥ ശക്തി കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഭീമൻ ആരാണ്. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണനോട് പ്രാർത്ഥിച്ചു,
ഭഗവാനെ എന്നെ ആരും തിരിച്ചറിയരുത്. എന്നിട്ട് ഗർജിച്ചുകൊണ്ട് ഭീമസേനൻ ജിമൂതന്റെ മുമ്പിൽ വന്നു. രണ്ടുപേരെയും കാണുമ്പോൾ തന്നെ രണ്ട് വലിയ കൊമ്പനാനകൾ ഏറ്റുമുട്ടുന്നതായിട്ടാണ് എല്ലാവർക്കും തോന്നിയത്. വളരെ ശക്തമായിട്ടുള്ള ഗുസ്തി മത്സരമായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാലുകൾ വെച്ച് ലോക്ക് ചെയ്തു. രണ്ടുപേരെ ഓരോ മത്സരാർത്ഥിയും എതിരാളിയുടെ ബലഹീനത എന്താണെന്ന് ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടുകൂടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭക്ത ചോദിക്കുന്നു, സ്വാമി, പാണ്ഡവർ ഓരോരുത്തരായി 5 പേര് ഇവിടെ കയറിയപ്പോൾ വിരാട് രാജാവിന് അറിയില്ല ഇത് പാണ്ഡവരാണ്, ഇത് അവരെക്കുറിച്ച് രാജാവ് കേട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ധർമ്മരാജന്റെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ വേഷം മാറാതെ ആരുടെ മുമ്പിൽ ചെന്നാൽ പോലും ആർക്കും നിങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല. ഓർമ്മയില്ലേ? ധർമ്മരാജന്റെ ഒരു അനുഗ്രഹം അവർക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ അനുഗ്രഹമാണ് പ്രധാനമായിട്ടും ഇവരെ സഹായിക്കുന്നത്. അതുകൂടാതെ ദുർഗാദേവിയും പ്രാർത്ഥിക്കുന്നു. പിന്നെ സർവോപരി സാക്ഷാൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. പിന്നെ സാധാരണ വ്യക്തികളായിട്ടല്ലല്ലോ ഇവർ പോകുന്നത്, വേഷം മാറിയിട്ടാണ്. അതും കൂടാതെ ഇവർ പാണ്ഡവരുടെ സേവകരാണ് എന്ന പേരിലാണ് പോകുന്നത്. അന്നേരം തീർച്ചയായിട്ടും സാധാരണ സേവകരെക്കാട്ടും ഒരുപാട് നല്ല ഗുണങ്ങൾ, ഒരുപാട് അസാമാന്യ ഗുണങ്ങൾ അവരിൽ കാണും. കാരണം പാണ്ഡവരുടെ കൂട്ടത്തിലല്ലായിരുന്നു നിന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അങ്ങനെ രണ്ട് എതിരാളികളും വരം കിട്ടിയുള്ളൂ. അതെ, വരം കിട്ടിയുള്ളൂ. അതെ, രണ്ടുപേരും എതിരാളികളുടെ ബലഹീനത അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് ഈ ജനങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടി രണ്ടുപേരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മലർത്തി അടിച്ചു എന്നുള്ളതാണ്. ഒരാൾ എറിഞ്ഞു, ഒരാൾ അടുത്ത അമർത്തി വെച്ചു, ചുറ്റും ഇങ്ങനെ ഉരുളാൻ തുടങ്ങി, കൈ വെച്ച് കർണക്കുറ്റിക്ക് അടിക്കുമായിരുന്നു, കാല് വെച്ച് തൊഴിക്കുമായിരുന്നു, തുട വെച്ച് തുടയെ തന്നെ ഇടിക്കുമായിരുന്നു, തല വെച്ച് തലയിൽ ഇടിക്കുമായിരുന്നു. അന്നേരം ഇതൊക്കെ ഇടിക്കുന്ന സമയത്ത് രണ്ട് വലിയ പാറകൾ തമ്മിൽ കൂട്ടുമുട്ടുന്നപ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പോലെ ഉണ്ടാകും. അതായത് അവരുടെ എല്ലുകൾ തമ്മിൽ ഇടിക്കുമ്പോൾ പോലും, അന്നേരം അവരുടെ എല്ലിന് പോലും അത്രയ്ക്ക് ബലമായിരുന്നു. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ, മസിൽസ് ആർക്കും ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ എല്ലെന്ന് പറയുന്നത് അവര് അത്രയ്ക്ക് ബലവാന്മാരായിരിക്കും. അതായത് ജനിച്ചപ്പോൾ തന്നെ അത്രത്തോളം ബലം ഇല്ലെങ്കിൽ അവരുടെ എല്ലുകൾക്ക് ഇത്രയും ബലം കാണത്തില്ല. മനസ്സിലായില്ലേ? ബോൺ ഫൈറ്റേഴ്സ് എന്നൊക്കെ പറയത്തില്ലേ? അന്നേരം അവര് മസിൽസും പുറമേയുള്ള ശരീരം കഴിച്ചിട്ടുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കാം. പക്ഷെ അവരുടെ എല്ലുകൾ പോലും, അതായത് തലയോട്ടി തമ്മിൽ ഇങ്ങനെ ഇടിക്കുന്ന സമയത്ത് പാറകൾ തമ്മിൽ കൂട്ടുമുട്ടുന്ന രീതിയിൽ ശബ്ദം വരുമായിരുന്നു. അത് എന്തുമായിരിക്കും അവരുടെ പവർ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുകയായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും രോമാഞ്ചം വന്നു പറഞ്ഞു. ചിലവർ ഭീമനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു, ചിലവർ ജീമൂതനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അവസാനം ഭീമൻ വിചാരിച്ചു, എനിക്ക് ബോറടിക്കും, കുറേ ആയി, മനഃപൂർവ്വം ഞാൻ എൻ്റെ ഫുൾ ശക്തി കാണിക്കാത്തതാണ്. അവസാനം എന്ത് ചെയ്ത് തൂക്കിയെടുത്ത് ജീമൂതനെ, എന്നിട്ട് ചുരുട്ടി കറക്കും, തുണി കറക്കുന്നത് പോലെ, ഈ തുണി ചുമ്മാ ഇങ്ങനെ കഴുകുന്ന സമയത്ത് കറക്കുന്ന പോലെ കുറേ നേരം കറക്കി എന്നുള്ളതാണ് പറയുന്നു. 100 പ്രാവശ്യം കറക്കി എന്നുള്ളതാണ്. അതായത് ഫാനിൽ കെട്ടിത്തൂക്കി ആരെയോ കറക്കുന്ന പോലെ ഭീമസേനൻ ഈ ജിമൂതനെ പിടിച്ച് തലയ്ക്ക് മേലായിട്ട് 100 പ്രാവശ്യം കറക്കി എന്നുള്ളതാണ്. എന്നിട്ട് മലത്തി ഒറ്റയടി തറക്കി. ഹരേ കൃഷ്ണ. കറക്കിയ സമയത്ത് തന്നെ അവൻ്റെ ബോധം പോയെന്ന് പറയുന്നു. അന്നേരം ജിമൂതന്റെ പ്രാണൻ പോയത് കണ്ടപ്പോൾ, പ്രാണൻ പോയില്ല, പ്രാണൻ പോയി. വിരാട് രാജാവിന് വലിയ സന്തോഷമായി. ഉടൻ തന്നെ ഭീമസേനന് ഒരുപാട് അമൂല്യമായിട്ടുള്ള ഉപഹാരങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് രാജാവ് പറഞ്ഞു, ഈ വല്ലഭനെ വെല്ലുവിളിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരും മുന്നോട്ട് വരാത്തതുകൊണ്ട് ഉടനെ വിരാട് രാജൻ പറഞ്ഞു, ശരി, സിംഹത്തെ കൊണ്ടുവരാൻ പറഞ്ഞു. സിംഹം കഴിഞ്ഞ് പിന്നെ പുലികൾ, പിന്നെ ആനകളെ കൊണ്ടും ഭീമനുമായിട്ട് യുദ്ധം ചെയ്യിപ്പിച്ചു. അവരെ എല്ലാം ഭീമൻ നിഷ്പ്രയാസം മലത്തി അടിച്ചു എന്നുള്ളത്. അത് 1 2 അല്ല, എത്രയോ മൃഗങ്ങളെ. പക്ഷെ ആർക്കും ഭീമൻ ആരാണെന്ന് മനസ്സിലായില്ല. അങ്ങനെ
ദിനം പ്രതി വിരാട് രാജാവിന് പാണ്ഡവരോടുള്ള സ്നേഹം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് പല ദിവ്യ സംഗീതം കൊണ്ട് അർജുനൻ വിരാട് രാജാവിനെയും അന്തപുരിയിലുള്ള എല്ലാ സ്ത്രീകളെയും സന്തോഷിപ്പിച്ചു. നകുലനാണെങ്കിൽ കുതിരകളെയൊക്കെ വളരെ ശക്തമായിട്ട് പരിശീലനമൊക്കെ നൽകി ആ കുതിരകളുടെ അവരുടെ ഓട്ടവും അവരുടെ ചലനമൊക്കെ കണ്ടപ്പോൾ രാജാവിന് ഒരുപാട് സന്തോഷമായി. അതേപോലെ തന്നെ കാളകളെയും പശുക്കളെയൊക്കെ സഹദേവൻ വളരെ നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അതിൽ രാജാവിന് വലിയ സന്തോഷമായി. പക്ഷെ അതേ സമയത്ത് ദ്രൗപദി ദേവിക്ക് ഒരുപാട് ദുഃഖമായിരുന്നു. ഈ ലോകം ഭരിക്കേണ്ട ആൾക്കാർ ഇത്രയും സാധാരണ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാഞ്ചാലി പലതരത്തിലുള്ള സേവനം ചെയ്യുമ്പോഴും ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം സഹിച്ച് രാജകുമാരിക്ക്, അതായത് രാജ്ഞിക്ക്, അതായത് സുദേഷ്ണയ്ക്ക് ഒരു വിഷമം ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ എല്ലാ സേവനങ്ങളും പാവം ദ്രൗപദി ദേവി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അജ്ഞാതവാസത്തിൻ്റെ 11 മാസങ്ങൾ കഴിഞ്ഞു. ഇനി ഒരേ ഒരു മാസം കൂടെ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം ദ്രൗപദി ദേവി കൊട്ടാരത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വിരാട് സൈന്യത്തിൻ്റെ കീചകൻ, സേനാപതിയാണ് കീചകൻ, സുദേഷ്ണയുടെ ആങ്ങളെയും കൂടെയാണ്. കീചകൻ ദ്രൗപദി ദേവിയെ കണ്ടു. കീചകൻ ദ്രൗപദി ദേവിയെ കണ്ട ഉടൻ തന്നെ അവൻ്റെ ഉള്ളിൽ കാമം വളരെ ശക്തമായിട്ട് വന്നു. ദ്രൗപദി ദേവിയുടെ സൗന്ദര്യം കണ്ട് അവ എല്ലാം മതിമറന്നു പോയി. കണ്ടപ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു ദേവിയാണോ എന്ന് വരെ തോന്നി. അവൻ്റെ ഉള്ളിൽ ദേവിയെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള ചിന്തകൾ ഒരുപാട് ശക്തമായി. എന്നിട്ട് നേരെ സഹോദരി സുദേഷ്ണയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഈ ഒരു ദാസിയെ ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ, ഇത് ആരാണ്? ഇവളുടെ സൗന്ദര്യം എന്നെ വല്ലാതെ ഉന്മത്ത അവസ്ഥയിലേക്ക് ആക്കുന്നു. ഞാൻ പൂർണ്ണമായിട്ടും ഇവളുടെ നിയന്ത്രണത്തിലാവുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് വലിയൊരു രോഗം ബാധിച്ചിരിക്കുകയാണ്. അവൾക്ക് മാത്രമേ എന്നെ ചികിത്സിക്കാൻ കഴിയൂ. അവൾ എങ്ങനെയാണ് നിന്റെ ദാസിയായി പോയത്? ഒരിക്കലും ദാസിയാവാൻ യോഗ്യയല്ല അവൾ. എൻ്റെ കൊട്ടാരത്തിൽ ഇരിക്കേണ്ടവളാണ് എന്നൊക്കെ കീചകൻ പറഞ്ഞു. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദ്രൗപദി ദേവി സുദേഷ്ണയുടെ മുറിയിലേക്ക് വന്നു. സുദേഷ്ണയുടെ വാക്കുകൾ കേൾക്കുന്നതിന് മുമ്പേ തന്നെ കീചകൻ ദ്രൗപദിയെ നോക്കിയിട്ട് പറഞ്ഞു, ആരാണ് നീ? നീ ഇത്രയും സുന്ദരിയാണ്. എൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും നീ കീഴടക്കി കഴിഞ്ഞു. ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഞാൻ ഈ ലോകത്തെങ്ങും കണ്ടിട്ടില്ല. നീ സാക്ഷാൽ ലക്ഷ്മി തന്നെയാണോ? അതോ നീ ശ്രീദേവിയാണോ, ഹ്രീയാണോ, കീർത്തിയാണോ, കാന്തിയാണോ? തീർച്ചയായിട്ടും നീ ദേവലോകവാസി തന്നെയാണ്. ഇത്രയും സുന്ദരിയായിട്ടുള്ള നിന്നെ കാണുന്നതിന് പകരം ഈ ലോകത്തിൽ എന്ത് കാഴ്ചയാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് വളരെ കാമാസക്തിയോടുകൂടി ദേവിയെക്കുറിച്ച് ഒരുപാട് അപശബ്ദങ്ങൾ പറഞ്ഞു. ദ്രൗപദി ദേവിയെ സുഖിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് ദേവിക്ക് കൂടുതൽ ദേഷ്യം വന്നു. ദേവി മുഖം താഴ്ത്തിയിട്ട് മുഖം മറച്ചു പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ സൈരന്ധ്രിയാണ്, താഴ്ന്ന കുലത്തിലുള്ളവരാണ്. ഞാൻ രാജ്ഞിയുടെ മുടി ചെയ്യുന്നവളാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെപ്പോലെ ഇത്രയും ധീരനായിട്ടുള്ള വ്യക്തി ഒരിക്കലും താഴ്ന്ന കുലത്തിലുള്ള ഞാനുമായിട്ടൊരു ബന്ധമൊന്നും വെക്കാൻ പാടില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല. അതുകൂടാതെ ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ്. അതുകൊണ്ട് ഇത് ഒരിക്കലും അങ്ങേക്ക് അനുയോജ്യമല്ല. അതുകൊണ്ട് ഒരിക്കലും
ഇങ്ങനെ തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നും ചിന്തിക്കരുത്. അതിലൂടെ എന്നും നാണക്കേടെ ഉണ്ടാവും. പക്ഷെ കീചകൻ ഇതൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. കീചകൻ ഇതൊക്കെ കേട്ടിട്ട് അവൻ ചിരിച്ചു. വീണ്ടും വീണ്ടും ദേവിയെ പല പല അപശബ്ദങ്ങളിലൂടെ സംസാരിക്കാൻ തുടങ്ങി. എന്നോട് എന്താ നീ ഒന്ന് കാരുണ്യം കാണിക്കാതെ? ഞാൻ എൻ്റെ രാജ്യം മുഴുവൻ നിനക്ക് നൽകാം, എൻ്റെ കൂട്ടത്തിൽ ഇന്നും സന്തോഷമായിട്ട് ജീവിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കീചകന്റെ ഈ നാണം കെട്ട സംസാരവും അതൊക്കെ കേട്ടിട്ട് ദേവി കൂടുതൽ ദേഷ്യം. എന്നിട്ട് പറഞ്ഞു, സൂതപുത്ര, ആളും ഒരു സൂതന്റെ പുത്രൻ, വെറുതെ നിന്റെ പ്രാണൻ കളയാൻ നീ എന്തിനാണ് ഇത്രയും ഉത്സാഹം കാണിക്കുന്നത്? എനിക്ക് എൻ്റെ സംരക്ഷകരായിട്ട് 5 ഗന്ധർവന്മാരുണ്ട്. അസാമാന്യ ശക്തികളുള്ള 5 ഗന്ധർവന്മാരാണ്. എനിക്കെതിരെ എന്തെങ്കിലും അപമാനം വന്നു കഴിഞ്ഞാൽ അവരത് ഒരിക്കലും സഹിക്കത്തില്ല. അവര് നിന്നെ അധികം താമസിക്കാതെ വധിക്കുന്നതായിരിക്കും. പിന്നെ നിന്നെ രക്ഷിക്കാൻ ആരും കാണത്തില്ല. നീ അവസാനം നരകലോകങ്ങളിലേക്ക് പോകേണ്ടി വരും. ഒരു അമ്മയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞ് എങ്ങനെയാണോ ചന്ദ്രനെ തൊടാൻ ആഗ്രഹിക്കുന്നത്, അതേപോലെയാണ് നീ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് നീ ആലോചിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് ദ്രൗപദി ദേവി നേരെ സുദേഷ്ണയുടെ മുറിയിൽ നിന്ന് പോവുകയാണ്. ഇത് കേട്ടപ്പോൾ കീചകൻ ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എൻ്റെ സുദേഷ്ണ അടുത്ത് പറഞ്ഞു, എന്തെങ്കിലും വഴിയിലൂടെ ഇവളെ എൻ്റെ അടിമയാക്കണം. അവളെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. ഉടൻ തന്നെ സുദേഷ്ണയ്ക്ക് സഹോദരനോട് കാരുണ്യം തോന്നി. എന്നിട്ട് സുദേഷ്ണ പറഞ്ഞു, എന്തെങ്കിലും കാരണം പറഞ്ഞ് സൈരേന്ദ്രിയെ ഞാൻ നിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കാം. എന്നിട്ട് നീയും അവളും ഒറ്റയ്ക്കാവുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളത് പോലെ അവളെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാമല്ലോ. ഇത് കേട്ടപ്പോൾ കീചകന് വലിയ സന്തോഷമായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുദേഷ്ണ ദ്രൗപദി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സൈരേന്ദ്രി, ഇന്ന് ഉത്സവമാണ്, എനിക്ക് ഒരുപാട് ദാഹം തോന്നുന്നു. എൻ്റെ സഹോദരനായ കീചകൻ അതിമനോഹരമായിട്ടുള്ള കുറേ പാനീയങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നീ അവിടെ പോയിട്ട് അത് എനിക്ക് വേണ്ടി കൊണ്ടുവരാമോ? ഇത് കേട്ട ഉടൻ തന്നെ ദ്രൗപദി ദേവിക്ക് എന്തോ ഒരു ആപത്ത് സൂചന കിട്ടി. എന്നിട്ട് ദ്രൗപദി ദേവി പറഞ്ഞു, ഞാൻ ഒരിക്കലും അവൻ്റെ മുറിയിലേക്ക് പോകത്തില്ല. ദേവി കണ്ടതല്ലേ അവ എത്ര നാണം കെട്ട രീതിയിൽ എന്നോട് സംസാരിച്ചു എന്ന്. ഞാൻ ഇവിടെ വന്നപ്പോഴേ അങ്ങയോട് ഞാൻ പറഞ്ഞിരുന്നു മറ്റാണുങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന്. ഞാൻ കീചകന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവ എന്നെ അപമാനിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് വേറെ ഏതെങ്കിലും ദാസിമാരെ പറഞ്ഞയക്കാൻ പറഞ്ഞു. ഉടൻ തന്നെ സുദേഷ്ണ പറഞ്ഞു, നീ ഒട്ടും ഭയപ്പെടേണ്ട. നിന്നെ കൊട്ടാരത്തിൽ നിന്നല്ലേ പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരന് നിന്നെ അപമാനിക്കുന്നതിനെക്കുറിച്ച് ഒരു ചിന്ത പോലും കാണത്തില്ല. എന്നിട്ട് ഉടൻ തന്നെ ഒരു സ്വർണത്തിൻ്റെ ഒരു കുടം ദേവിയുടെ കൈ കൊടുത്തു. ദേവി ഒരുപാട് ഭയപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. നേരെ കീചകന്റെ ആ മാളികയിലേക്ക് പോയി. പോകുന്ന സമയത്തെല്ലാം ദേവി പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണ്. ഞാൻ എപ്പോഴും പതിവ്രതയാണ്. എൻ്റെ ഭർത്താക്കന്മാരല്ലാതെ വേറെ ആരെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. അതുകൊണ്ട് കീചകനിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണേ എന്ന് ദേവി പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണ്. സൂര്യദേവനോട് പ്രാർത്ഥിച്ചു, സൂര്യദേവ എന്നെ സംരക്ഷിക്കണേ. സൂര്യദേവൻ കാരുണ്യം കൊണ്ട് ഒരു രാക്ഷസനോട് പറഞ്ഞു, അദൃശ്യനായിട്ട് നീ എപ്പോഴും ദ്രൗപദിയെ സംരക്ഷിക്കണമെന്ന് സൂര്യദേവൻ ഒരു രാക്ഷസനെ നിയമിച്ചു. അദൃശ്യനായിട്ട് നീ എപ്പോഴും ദ്രൗപദിയുടെ കൂട്ടത്തിലുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നു, അതിനുശേഷം ആ രാക്ഷസൻ ഒരിക്കലും ദ്രൗപദി ദേവിയെ വിട്ടുപോയിട്ടില്ലെന്ന്.
അതായത് ദ്രൗപദി ദേവിയുടെ തൊട്ട് പുറകിൽ എപ്പോഴും ഒരു രാക്ഷസൻ ഉണ്ടായിരിക്കും. ആ രാക്ഷസന്റെ ഡ്യൂട്ടി സൂര്യദേവൻ നിയമിച്ചതാണ്, ദേവിയെ സംരക്ഷിക്കാനായിട്ട്. ദ്രൗപദി ദേവി കയറിയ ഉടൻ തന്നെ കീചകൻ എഴുന്നേറ്റു സന്തോഷത്തോടുകൂടി. എന്നിട്ട് കൈ കൂപ്പി എന്നിട്ട് പറഞ്ഞു, നീ എത്ര സുന്ദരിയാണ്, സ്വാഗതം. ഞാൻ എങ്ങനെയൊക്കെയോ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ജീവനെ ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ്. ഇപ്പോൾ നീ എൻ്റെ ഈ ഭവനത്തിൽ തന്നെ താമസിക്കണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വേണ്ടി നല്ലൊരു കിടക്ക ഞാൻ തയ്യാറാക്കിയിരിക്കുകയാണ്. നീ ഇത് കുടിക്കൂ, എന്നിട്ട് ഇവിടെ കിടക്കുമെന്ന്. ദ്രൗപദി ദേവി അവൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല. എന്നിട്ട് ദ്രൗപദി ദേവി പറഞ്ഞു, സുദേഷ്ണ രാജ്ഞിക്ക് വേണ്ടിയുള്ള ആ പാനീയത്തിന് വേണ്ടിയാണ് എന്നെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലത് ഒഴിച്ചു തരൂ, എന്നിട്ട് ഇനി എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വേറെ ആരെങ്കിലും അത് ചെയ്തോട്ടെ, നീ ഇനി മുതൽ ഇവിടെ തന്നെ നിന്നാൽ മതി. എന്നിട്ട് ദുഷ്ടനായ കീചകൻ ദ്രൗപദി ദേവിയെ കയ്യിൽ കയറി പിടിച്ചു. ദേവി ഭയം കൊണ്ടും വിഷമം കൊണ്ടും ഒരുപാട് ഉറക്കെ കരഞ്ഞു. ഞാൻ ഒരിക്കലും എൻ്റെ പാതിവൃത്യം തെറ്റിച്ചിട്ടില്ല, മനസ്സുകൊണ്ടോ ഹൃദയം കൊണ്ടോ. അതുകൊണ്ട് അതിൻ്റെ ബലത്തിൽ പറയുന്നു, നിനക്കിതിന് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കും. ദ്രൗപദി പാവം അവൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പല രീതിയിലും ശ്രമിച്ചു. എന്നിട്ട് എങ്ങനെയൊക്കെയോ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് കീചകൻ തൊട്ടുപുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ദേവിയുടെ മേൽവസ്ത്രം കീറിപ്പിടിച്ചു. ദേവി പാവം അവിടെ ഒരുപാട് വിഷമിച്ചു. എന്നിട്ട് ശക്തമായിട്ട് ദേവി അവനെ തള്ളി. അന്നേരം ആ തള്ളിയ സമയത്ത് വലിയ അത്ഭുതം എന്ന് പറയട്ടെ, ആ തള്ളിൽ ആ രാക്ഷസന്റെ ശക്തിയും കൂടെ ഉണ്ടായിരുന്നു. മരം വീഴുന്നത് പോലെ അവൻ താഴെ വീഴുകയാണ്. ദ്രൗപദി ദേവി അങ്ങനെ ഓടി സഭയിലേക്ക് എത്തി, രാജസഭയിൽ. എന്നിട്ട് രാജാവിനോട് അഭ്യർത്ഥിച്ചു, എന്നെ സംരക്ഷിക്കണമെന്ന്. എന്നിട്ട് രാജാവ് നോക്കി നിൽക്കെ തന്നെ കീചകൻ സഭയിൽ വെച്ച് ദ്രൗപദി ദേവി കയറി പിടിക്കുകയാണ്. എന്നിട്ട് ദേവിയെ പുറവിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവുകയാണ്. ഹരേ കൃഷ്ണ. കീചകൻ ദ്രൗപദി ദേവിയെ കാല് വെച്ച് തൊഴിച്ചു. ഹരേ കൃഷ്ണ. ആ ചവിട്ടുകൊണ്ട് പാവം ദേവി താഴെ വീഴുകയാണ്. ഉടൻ തന്നെ അദൃശ്യനായിട്ടുള്ള ആ രാക്ഷസൻ കീചകന്റെ നെഞ്ചത്ത് നോക്കി നല്ലൊരു ഇടിയടിച്ചു. ഉടൻ തന്നെ കീചകൻ പുറമോട്ട് വീഴുകയാണ്. ആ സമയത്ത് ഭീമസേനൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു, യുധിഷ്ഠിരനും ഉണ്ടായിരുന്നു. ഭീമന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയാണ്. ഭീമൻ കീചകനെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുകയാണ്. ഭീമൻ പല്ലൊക്കെ ഇങ്ങനെ കടിച്ചു പിടിക്കുകയാണ്, കൈ ഇങ്ങനെ മുഷ്ടി ഇങ്ങനെ ചുരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു അവസരത്തിനായിട്ട് കാത്തു നിൽക്കുകയാണ് കീചകനെ വധിക്കാനായിട്ട്. ഭീമന് ദേഷ്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു, കണ്ണൊക്കെ ചുമന്ന് കണ്ണീന്ന് പുക വരികയായിരുന്നു. ദേഹം മുഴുവൻ വിറയ്ക്കുമായിരുന്നു, ദേഹം മുഴുവൻ വേർപ്പ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. കുളിച്ചതുപോലെ ഭീമസേന വിറയ്ക്കുകയാണ്. എന്നിട്ട് ആ ശക്തമായിട്ടുള്ള കൈകൾ കൊണ്ട് ഭീമസേന നെറ്റി ഇങ്ങനെ തുടയ്ക്കുകയാണ്. ദ്രൗപദി ദേവിയെ കൺമുന്നിൽ അപമാനിച്ചിട്ടും ഭീമന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഉടൻ തന്നെ യുധിഷ്ഠിരന് മനസ്സിലായി, ഇപ്രാവശ്യം നിയന്ത്രിച്ചില്ലെങ്കിൽ ഭീമസേനൻ എന്തും ചെയ്തു കളയും. എന്നിട്ട് നേരെ ചെന്ന് ഭീമന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, വല്ലഭ, നീ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നേരെ പോയി പാചകത്തിന്റെ കാര്യം നോക്ക്, നീ എത്രയും പെട്ടെന്ന് അടുക്കളയിൽ പോകാൻ പറഞ്ഞു. യുധിഷ്ഠിരൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ കീചകന്റെ വധം അവിടെ തന്നെ ഉറപ്പായിരുന്നു. ഭീമൻ മനസ്സില്ലാ മനസ്സോടു കൂടി കീചകനെ തന്നെ നോക്കിക്കൊണ്ട്
അവിടുന്ന് യാത്രയാവുകയാണ്. കീചകൻ എങ്ങനെയൊക്കെയോ എഴുന്നേക്കാൻ ശ്രമിക്കുകയാണ്. കാരണം നെഞ്ചുമൊക്കെ നല്ല ഇടി രാക്ഷസൻ കൊടുത്തു. എന്നിട്ട് അവൻ ചുറ്റും നോക്കുവാണ്, ആരാണ് എന്നെ ഇടിച്ചതെന്ന്. ദ്രൗപദി ദേവിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയൊക്കെ ആയിട്ടും എൻ്റെ ഭർത്താക്കന്മാരൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് ദേവി കരഞ്ഞുകൊണ്ട് പറയാം, ഈ സൂതൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ ചവിട്ടി. അതും ആരെ? ഞാൻ ആരുടെ ഭാര്യയാണെന്നറിയാമോ? ഈ ഒരു ഭാര്യയെ ആരെങ്കിലും അപമാനിച്ചു കഴിഞ്ഞാൽ അവന്മാർ ദേവലോകത്ത് പോയി ഉറങ്ങുകയാണെങ്കിൽ പോലും അവിടെ പോയിട്ടും കൊല്ലാൻ കഴിവുള്ളതാണ് എൻ്റെ ഭർത്താക്കന്മാർ. പക്ഷെ എന്നിട്ടും ഇവ എന്നെ ചവിട്ടി. പാവം ദേവി വീണ്ടും വീണ്ടും പറയുകയാണ്, ഇത്രയും ദാനധർമ്മങ്ങൾ ചെയ്യുന്ന എൻ്റെ ഭർത്താക്കന്മാർ അവരറിഞ്ഞുകൊണ്ട് എന്നെ ഇവൻ ചവിട്ടി. എന്നിട്ട് പറയുന്നു, എൻ്റെ ഭർത്താക്കന്മാരെല്ലാം ആണും പെണ്ണും കെട്ടവരായി പോയോ? അവരുടെ ഉള്ളിൽ ആ ക്രോധവും ശക്തിയൊക്കെ എവിടെ പോയി? ഇത്രയും ഒരു നീചനിൽ നിന്നും സ്വന്തം ഭാര്യയും പോലും രക്ഷിക്കാനുള്ള കഴിവ് ഇവർക്ക് ആർക്കും ഇല്ലേ എന്നൊക്കെ പാവം ദ്രൗപദി ദേവി വിഷമിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ദ്രൗപദി ദേവി യുധിഷ്ഠിരനെ സൂക്ഷിച്ചു നോക്കി. യുധിഷ്ഠിരൻ ഒരുപാട് വിഷമമുണ്ട്. അവസാനം യുധിഷ്ഠിരൻ എങ്ങനെയൊക്കെയോ വിഷമം സഹിച്ചുകൊണ്ടിരിക്കുക. ദ്രൗപദി ദേവി വിരാട് രാജാവിനെ നോക്കി. എന്നിട്ട് വിരാട് രാജാവിനോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ്? അങ്ങയുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചു. എന്നിട്ടും ആ രാജാവ് ഒരു ഭീരുവിനെ പോലെ ഇവിടെ കുത്തിയിരിക്കുകയാണ്. അങ്ങേക്ക് എങ്ങനെ ഈ നീചപ്രവൃത്തി സഹിക്കാൻ കഴിയുന്നു? നിങ്ങളെല്ലാം, ഈ സഭയിലിരിക്കുന്ന എല്ലാവരും നിങ്ങൾ ആണുങ്ങളല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ്. കീചകന്റെ ഭാഗത്ത് നിന്ന് കീചകൻ ചെയ്ത അതേ തെറ്റ് തന്നെയാണ് ഈ രാജാവും ഇവിടെ ഉള്ള എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കേട്ടിട്ട് വിരാട് രാജാവ് പറയുകയാണ്, നീയും കീചകന്റെ ഇടയിലും എന്താ സംഭവിച്ചതെന്ന് എനിക്ക് യഥാർത്ഥത്തിൽ അറിയത്തില്ല. ഇത് മൊത്തത്തിൽ അറിയാതെ എനിക്ക് എങ്ങനെയാണ് ഒരു തീരുമാനം പറയാൻ കഴിയും? കൊള്ളാം, ഇതിൻ്റെ കുറവും കൂടെ ഉണ്ടായിരുന്നു. ഇത്രയും ചെയ്ത നന്മകളൊക്കെ ഈ ഒറ്റ വാക്കിൽ തീർന്നു എന്നുള്ളതാണ് വിരാട് രാജാവിൻ്റെ. അതായത് വിരാട് രാജാവിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നീയും കീചകനായിട്ട് എന്തോ, നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നു, ഇനി നിങ്ങൾ തമ്മിൽ എന്തോ ഒരു സൗന്ദര്യപ്പിണക്കം ഉണ്ടായി, അതിൻ്റെ പുറത്ത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, അതിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ആ അർത്ഥത്തിലാണ് സംസാരിച്ചത്. എന്നിട്ട് ഇത്രയും പറഞ്ഞതിന് ശേഷം കീചകനെ രാജാവ് ഒന്ന് നോക്കി. ഉടൻ തന്നെ കീചകന്റെ അളിയനും വിരാട് രാജാവിൻ്റെ അളിയനും കൂടെയാണ് കീചകൻ. ഇത് കേട്ടപ്പോൾ കീചകൻ ഒന്ന് ചിരിച്ചു. അന്നേരം വൃദ്ധനായ വിരാട് രാജാവാണ്. അന്നേരം ആ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം പൂർണ്ണമായിട്ടും കീചകനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവനെ എന്തായാലും വിഷമിപ്പിക്കാൻ കഴിയില്ല എന്നുദ്ദേശിച്ചിട്ടാണ് വിരാട് രാജാവ് ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ സഭയിലുള്ള എല്ലാവരും ദ്രൗപദി ദേവിയെ കുറിച്ച് ഓർത്ത് വിഷമിച്ചു. ദ്രൗപദിയുടെ ഭാഗം ശരിയാണ് എന്നിട്ട് കീചകനെ ഒരുപാട് കുറ്റം പറഞ്ഞു. അവരെല്ലാവരും പറഞ്ഞു, ഈ സാധ്വിയായിട്ടുള്ള ഈ സ്ത്രീ സാക്ഷാൽ ദേവിയാണ്. ഇങ്ങനെ ഒരു സ്ത്രീയെ ഭാര്യയായിട്ട് കിട്ടിയവൻ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇങ്ങനെയുള്ള അതിപരിശുദ്ധയായിട്ടുള്ള ഈ സ്ത്രീയെ അപമാനിക്കുന്നതിലൂടെ കീചകൻ വലിയൊരു പാപമാണ് ചെയ്തിരിക്കുന്നത്.
ഇതെല്ലാം കേട്ടിട്ട് യുധിഷ്ഠിരൻ ഉള്ളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. യുധിഷ്ഠിരൻ്റെ ദേഹത്ത് നിന്ന് ഇങ്ങനെ വേർപ്പ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. ഒരുപാട് വിഷമത്തോടു കൂടി ദ്രൗപദി ദേവി എടുത്ത് പറഞ്ഞു, സൈരന്ധ്രി, നീ എത്രയും പെട്ടെന്ന് സുദേഷ്ണയുടെ അന്തപുരിയിലേക്ക് ചെല്ലൂ. വീരയോദ്ധാക്കളുടെ പത്നിമാർ ആ ഭർത്താവിന് വേണ്ടി എല്ലാവിധ ത്യാഗങ്ങളും ചെയ്യാൻ തയ്യാറായിരിക്കണം. പക്ഷെ അതിലൂടെ അവർക്ക് നന്മയെ വരും. നിന്റെ ഗന്ധർവ ഭർത്താക്കന്മാർക്ക് തോന്നുന്നു ഇത് ശരിയായിട്ടുള്ള സമയമല്ല അവരുടെ ശക്തി പ്രദർശിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് നീ ഇവിടെ നിന്നുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. സമയമാകുമ്പോൾ നിനക്ക് ന്യായം ലഭിക്കുന്നതായിരിക്കും എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു. ദ്രൗപദി ദേവി തറയിൽ വീണ് കിടന്ന് കരയുമായിരുന്നു. പാവം എങ്ങനെയൊക്കെയോ സ്വയം നിയന്ത്രിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്നും എൻ്റെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയാണ് എല്ലാവിധ തപസ്സുകളും ചെയ്യുന്നത്. അതിലെ മൂത്ത ആളാണെങ്കിൽ എപ്പോഴും ചൂതുകളിയിൽ ആസക്തനാണ്. എപ്പോഴും ആളിനെ പറ്റിച്ചുകൊണ്ടേ ഇരിക്കും എല്ലാവരും. അങ്ങനെ പാവം ദ്രൗപദി ദേവി തല താഴ്ത്തി അവിടുന്ന് പോവുകയാണ്. സുദേഷ്ണ, എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം സുദേഷ്ണടുത്താണ്, അല്ലേ? അവരും ഒരു സ്ത്രീയല്ലേ? ഈ ഒരു ഉറപ്പ് നൽകിയിട്ടാണ് ദ്രൗപദി ദേവി അവിടെ മറ്റൊരാൾക്ക് എല്ലാ അവസരങ്ങളും ഉള്ളപ്പോൾ അവർക്കൊരു ആശ്രയം കൊടുക്കുന്നത് അത്ര വലിയ കാര്യമല്ല. പക്ഷെ അവർക്ക് ഒരു ആശ്രയം ഇല്ലാത്ത സമയത്ത് നമ്മളൊരു ആശ്രയം കൊടുക്കുന്നതിന് പകരം നമ്മൾ അവരെ ചൂഷണം ചെയ്യുകയാണെങ്കിൽ അത് എത്ര വലിയ മോശപ്പെട്ട കാര്യമാണ്. സുദേഷ്ണ ദ്രൗപദി ദേവിയാണ് ഇതെന്ന് അറിയുമ്പോൾ സുദേഷ്ണ ജീവിച്ചിരുന്നിട്ട് പിന്നെ കാര്യമുണ്ടോ? എന്തായാലും കാര്യമുണ്ടോ? അതിൻ്റെ ഫലം അവർക്ക് കിട്ടുന്നുണ്ട്. അവരുടെ മകൻ മരിക്കുന്നുണ്ട്. ഉത്തരകുമാരനാണെങ്കിൽ വളരെ പാവമായിരുന്നു. അർജുൻ്റെ വലിയൊരു ഫാൻ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും പക്ഷേ ഇനി നോക്കണേ, ഒരു ഭക്ത പറയുന്നു, സ്ത്രീയാണ് സ്ത്രീയുടെ ശത്രു, സത്യം. ഇവിടെ സുദേഷ്ണ ദ്രൗപദി ദേവി എത്തിയത് കണ്ടപ്പോൾ എന്ത് പറ്റി നിനക്ക് എന്നൊക്കെ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ചോദിക്കും. നീ എന്താണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നാലും ദ്രൗപദി ഇപ്പോഴും അറിയുന്നില്ലേ സുദേഷ്ണയാണ് ഇതിനെല്ലാം കാരണക്കാരി. എന്നിട്ട് ദ്രൗപദി പറഞ്ഞു, ഞാൻ ദേവിക്ക് വേണ്ടി ആ പാത്രം എടുക്കാൻ ഈ പാനയം കൊണ്ടുവരാനായിട്ട് പോയപ്പോൾ രാജാവിൻ്റെ മുമ്പിൽ വെച്ച് ആദ്യം കീചകൻ എന്നെ ബലാത്കാരനെ പിടിക്കാൻ നോക്കി. ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടപ്പോൾ കീചകൻ എന്നെ ചവിട്ടി എന്നൊക്കെ പറഞ്ഞു. ഉടൻ തന്നെ സുദേഷ്ണ ഭയങ്കര ദേഷ്യമൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു, ഉടൻ തന്നെ അവന് തക്കതായിട്ടുള്ള ശിക്ഷ നൽകുന്നതായിരിക്കുന്നു. നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദ്രൗപദി, അവനെ ഞാൻ കൊല്ലാൻ വരെ മടിക്കത്തില്ലെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ദ്രൗപദി ദേവി പറഞ്ഞു, രാജ്ഞി അവിടുന്ന് വിഷമിക്കണ്ട. ആരാണോ തെറ്റ് ചെയ്തത് അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടുന്നതായിരിക്കും. അധികം താമസിക്കാതെ അവൻ യമപുരിയിലേക്ക് പോകുന്നതായിരിക്കും. ദ്രൗപദി ദേവി എന്നിട്ട് എന്ത് ചെയ്തു? ദ്രൗപദി ദേവി സ്വന്തം മുറിയിലേക്ക് പോയി കുളിച്ചു, പുതിയ വസ്ത്രമൊക്കെ ധരിച്ചു. കീചകന്റെ അശുദ്ധമായിട്ടുള്ള സ്പർശനങ്ങളിൽ നിന്ന് ശുദ്ധമാകാൻ വേണ്ടി ദ്രൗപദി കുളിച്ചു. ദ്രൗപദി ദേവി വീണ്ടും വീണ്ടും ആ ഒരു അപമാനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇതിന് പ്രതികാരം ചെയ്യാമെന്ന്
ആ വീര വനിത ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഒരു രംഗം അല്ലേ? ഇനിയാണ് അടിപൊളി സീൻ അല്ലേ? ആ മേലാകെ കോരിത്തരിക്കും. സൂപ്പർ അല്ലേ? ഉടൻ തന്നെ ആദ്യം ചിന്ത വന്നത് ഭീമനെ കുറിച്ചാണ്. ദ്രൗപദി ദേവി ചിന്തിക്കുകയായിരുന്നു, ആ സമയം തന്നെ കീചകനെ വധിക്കേണ്ട രീതിയിലായിരുന്നു ഭീമന്റെ നിപ്പൊക്കെ. അതുകൊണ്ട് ദ്രൗപദി ദേവി ഉറപ്പിച്ചു, ഞാൻ എങ്ങനെങ്കിലും ഭീമന്റെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഭീമൻ ചെയ്തിരിക്കുന്നു. ഇനി ഒരു ദിവസം കീചകൻ ജീവനോടെ നിൽക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ദ്രൗപദി ദേവി തീരുമാനിച്ചു. രാജാവ് എന്തായാലും എന്നെ സംരക്ഷിക്കത്തില്ല, വേറൊരു ആശ്രയം എനിക്കില്ല എന്ന് കരുതി കീചകൻ തീർച്ചയായിട്ടും ഇനിയും എന്നെ അപമാനിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ദ്രൗപദി ദേവി ഉറപ്പിച്ചു, ഇന്ന് രാത്രിക്ക് തന്നെ ഇവനിട്ട് പണിയണം. നമുക്ക് ഇന്ന് നിർത്തിയാലോ? നാളെ വൈകിട്ടത്തേക്ക് ആക്കിയാലോ? എന്ത് പറയുന്നു? ഇന്നിപ്പോ 6:45, നമുക്ക് നാളെ കേൾക്കാം. ക്ഷമിക്കണം, നെറ്റ് കട്ടായി. കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഹരേ കൃഷ്ണ, കാണാൻ പറ്റുന്നുണ്ടോ? ഇടയ്ക്ക് കറക്റ്റ് സമയത്ത് നെറ്റും കട്ടായി. എന്നിട്ട് നമുക്ക് വൃന്ദാവന യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച ചെയ്താലോ? ഇപ്പം തന്നെ വേണം അല്ലേ? യെസ്. ഞാനും, നിങ്ങൾ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ എനിക്ക് എന്തായാലും ഇന്ന് കീചകനെ കൊന്നേ പറ്റൂ. ഇത്രയൊക്കെ പ്രവർത്തികൾ ചെയ്തിട്ട് അവനെ വെറുതെ വിടാനോ? ഒരു കാര്യം, ഒരു രക്ഷയില്ല. ഇന്ന് തന്നെ കീചകം നടക്കുന്നതല്ല. നമുക്ക് നോക്കാം അല്ലേ? അങ്ങനെ ദ്രൗപദി ദേവി ഉറപ്പിച്ചു, എങ്ങനെയെങ്കിലും ഇന്ന് ഭീമനെ തീർക്കണമെന്ന്. അങ്ങനെ കൊട്ടാരത്തിലുള്ള എല്ലാ പേരും ഉറക്കത്തിലായപ്പോൾ ദ്രൗപദി ദേവി മെല്ലെ അവിടുന്ന് ഇറങ്ങുകയാണ്. ഭീമൻ ഉറങ്ങുന്ന സ്ഥലത്തേക്ക് എത്തി നിന്നു. ആ സമയത്ത് ദേവി ചെന്നപ്പോ ഇവിടെ പറയുന്നു, മഹാഭാരതത്തിൽ പറയുന്നു, ഈ ഭീമൻ നല്ല കൂർക്കം വലിച്ച് ഉറക്കുമായിരുന്നു. ഇവിടെ പറയുന്നു, സിംഹത്തിന്റെ കൂർക്കം പോലെയായിരുന്നു ഭീമന്റെ കൂർക്കമെന്ന്. ദേവി അങ്ങോട്ട് കയറിയപ്പോഴേ ദേവിയുടെ ആ സൗന്ദര്യ, ദേഹകാന്തിയും ഭീമന്റെ ആ തേജസ്, ഇതെല്ലാം കൂടെ ആ ഇരുട്ട് മൊത്തം മാറ്റി എന്നുള്ളതാണ്. അത്രയ്ക്ക് ആ റൂമിൽ പിന്നെ വെളിച്ചത്തിന്റെ ആവശ്യമില്ലെന്ന്. എന്നിട്ട് ദേവി എന്ത് ചെയ്തു? ഭീമന്റെ കിടക്കയിലടുത്ത് എന്നിട്ട് ഭീമനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ദേവിക്ക് അറിയാമല്ലോ എങ്ങനെയാണ് ആളെ സോപ്പിടുന്നത്. എന്നിട്ട് വളരെ സ്നേഹത്തോടു കൂടി ഭീമന്റെ ചെവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഭീമസേന എഴുന്നേക്കൂ, നീ എന്തിനാണ് ശവത്തെ പോലെ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്? എന്നിട്ട് പറഞ്ഞു, നിന്റെ ഭാര്യ അപമാനിച്ചിട്ട് നീ ഇപ്പോഴും ജീവനോടെ ഇരുന്നിട്ടും ആ നീചൻ എന്താണ് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്? നീ മരിച്ചുപോയോ ഭീമ? ഇതും കൂടെ കേൾക്കേണ്ട താമസമുള്ളൂ ഭീമൻ. എന്നിട്ട് ഭീമൻ എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, എന്താ കുമാരി എന്നെ എഴുന്നേൽപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു. നീ ഒരുപാട് ദുഃഖിതയായിട്ട് കാണപ്പെടുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും ഇന്ന് വിരാട് സഭയിൽ നടന്ന കാര്യങ്ങളല്ലേ, എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് ദേഷ്യം കയറി വരുന്നു. എനിക്ക് നിയന്ത്രിക്കാനേ കഴിയില്ല.
പറയൂ പാഞ്ചാലി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഇന്ന് തന്നെ ചെയ്തിരിക്കുന്നു. നിനക്ക് എന്താ വേണ്ടത് പറയൂ. നിന്നെ ഏത് ആപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഞാൻ വീണ്ടും വീണ്ടും തയ്യാറാണ്. നിന്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് പറയൂ. എന്നിട്ട് എത്രയും പെട്ടെന്ന് നീ നിന്റെ മുറിയിലേക്ക് പോകും, മറ്റാരും എഴുന്നേൽക്കുന്നതിന് മുമ്പേ നോക്കും. ദ്രൗപദി കരഞ്ഞു. യുധിഷ്ഠിരനെ പോലുള്ള ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഏത് ഭാര്യയ്ക്കാണ് ദുഃഖത്തിൽ നിന്ന് ഒഴിയാൻ കഴിയുക? ഭീമ, നിനക്ക് നന്നായിട്ട് അറിയാലോ. ഭീമന് നന്നായിട്ട് അറിയാലോ, ദുശാസനൻ എന്നെ ആ സഭയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ആ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും വലിയ വിഷമമാണ്. ഈ ലോകത്ത് ഏതെങ്കിലും സ്ത്രീക്ക് ഇതെല്ലാം സഹിച്ചിട്ട് ജീവിക്കാൻ കഴിയുമോ? ജയദ്രഥന്റെ കൈകൊണ്ട് ഞാൻ അപമാനിതയായപ്പോൾ എനിക്ക് എന്തുമാത്രം വിഷമമായി. ഇതിനെല്ലാം അപ്പുറത്തായിട്ട് ഇപ്പോ ആ രാജാവിന്റെ മുമ്പിൽ വെച്ച് കീചകൻ എന്നെ ചവിട്ടി. ഇങ്ങനെയുള്ള വേദനകളൊക്കെ സഹിച്ചുകൊണ്ട് ഞാൻ ഇനി എന്തിനു ജീവിച്ചിരിക്കുന്നു? അപ്പോൾ പാവം ഭീമൻ ദ്രൗപദി ദേവിയുടെ തല ഇങ്ങനെ തലോടി കൊടുത്തിട്ട് പറഞ്ഞു. എന്നിട്ട് ദ്രൗപദി ദേവി ഭീമന്റെ ക്രോധമായ കണ്ണിൽ നോക്കിയിട്ട് പറഞ്ഞു, ആ ദുഷ്ടനായ കീചകൻ എന്നെ വിവാഹം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവനെക്കുറിച്ച് ഓർക്കും തോറും എൻ്റെ ഉള്ളിൽ ഒരു തീ കത്തുകയാണ്. ഇതിനെല്ലാം കാരണം അങ്ങയുടെ ജ്യേഷ്ഠന്റെ ചൂതുകളിയാണ്. അദ്ദേഹം അല്ലാതെ നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ എന്താണ് കാരണം? അദ്ദേഹം സ്വയത്തെയും നഷ്ടപ്പെടുത്തി, എല്ലാ ചൂതുകളിക്ക് വേണ്ടി തോറ്റു, എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു. വലിയ വലിയ ബ്രാഹ്മണർ ബഹുമാനിക്കുന്ന അതേ യുധിഷ്ഠിരൻ ഇപ്പം ഭയപ്പെട്ട് ഒരാപത്ത് വന്നപ്പോഴത്തേക്ക് ഒളിച്ചു താമസിക്കുകയാണ്. മറ്റൊരാളുടെ കാരുണ്യത്താൽ ജീവിക്കുകയാണ്. ഇതിനെക്കാട്ടി നല്ലത് നരകമല്ലേ എന്നൊക്കെ ദ്രൗപദി ഇങ്ങനെ പറയും. ദ്രൗപദിയുടെ വിഷമം കൊണ്ട് പറയും. ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും ദ്രൗപദി ദേവി പുറത്ത് പറയും. എന്നിട്ടിവിടെ പറയുന്നു, വിരാട് രാജ്യത്തിലെ താമസം വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് ദ്രൗപദി ദേവി പറയുന്നു. കാരണം എന്താ, 5 ഭർത്താക്കന്മാരുമായിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും ഒരു അവസരം കിട്ടിയിട്ടില്ല. ഒരുപാട് ദുഃഖം ദ്രൗപദി ദേവി അനുഭവിച്ചു. അതേ സമയത്ത് ഈ 5 മഹായോദ്ധാക്കളും സാധാരണ സേവകരെ പോലെ ജീവിക്കുന്നതായിട്ടും കണ്ടു. എന്നിട്ടിവിടെ പറഞ്ഞു, ഭർത്താക്കന്മാരോടുള്ള കർത്തവ്യബോധം കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ജീവനെ എങ്ങനെയെങ്കിലും നിലനിർത്തിയത് എന്ന് ദ്രൗപദി ഇവിടെ പറയുന്നു. ദ്രൗപദി ദേവി യുധിഷ്ഠിരനെക്കുറിച്ച് കുറേ കുറ്റങ്ങൾ ഭീമനോട് പറഞ്ഞെങ്കിലും അത് ഒരു സ്നേഹം കൊണ്ടും കൂടെയാണ് പറഞ്ഞത്. കാരണം ദ്രൗപദി ദേവിക്ക് യുധിഷ്ഠിരൻ്റെ അവസ്ഥ കണ്ടിട്ടും ഒരുപാട് വിഷമം തോന്നി. ഭീമൻ ആശ്വസിപ്പിച്ചു. എന്നിട്ട് ഭീമന്റെ കൈ പിടിച്ചിട്ട് പാഞ്ചാലി പറഞ്ഞു, അടുത്തൊരു ദുഃഖം ഞാൻ പറയട്ടെ, ദേഷ്യപ്പെടരുത്. എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറയാം, അങ്ങ് ഇവിടെ പാചകം ചെയ്യുന്നതായിട്ട് കാണുമ്പോൾ എനിക്ക് ഒട്ടും ഇതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. വിരാട് രാജാവ് അങ്ങേ ആനകളായിട്ടും യുദ്ധം ചെയ്യിച്ചപ്പോൾ കൊട്ടാരത്തിലുള്ള സ്ത്രീജനങ്ങളെല്ലാവരും ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് ഒരുപാട് ദുഃഖം തോന്നി. ഞാൻ ആ സമയത്ത് ബോധം കെട്ട് വീണു. ആ സമയത്ത് രാജ്ഞി പറഞ്ഞു, എനിക്ക് തോന്നുന്നു
നിനക്ക് വല്ലഭനോട് എന്തോ ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരേ സമയത്താണല്ലോ കൊട്ടാരത്തിൽ വന്നിരിക്കുന്നത്. നീ എപ്പോഴും ഭീമനെ ഓർത്ത് കരയാറുണ്ടല്ലോ. നിനക്ക് ആ സുന്ദരനായ വല്ലഭനോട് വലിയ ഇഷ്ടമുണ്ടോ? ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ദുഃഖം ഇനിയും വർദ്ധിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ദ്രൗപദി പറഞ്ഞു, അർജുനും ഇവിടെ നോക്കണേ, ദ്രൗപദി സ്വാർത്ഥയല്ലെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണിത്. വേണമെങ്കിൽ ദ്രൗപദി ദേവിക്ക് ഭീമനെ മാത്രം ഇങ്ങനെ പൊക്കി പറയാം, അല്ലേ? അങ്ങനെയല്ല. ദ്രൗപദി ദേവി ഹൃദയം തുറന്ന് ഭീമനായിട്ട് സംസാരിക്കും. അവർ തമ്മിൽ ഒരു സീക്രറ്റ്സും ഇല്ല. 5 പാണ്ഡവരും 5 ശരീരമാണെന്നേ ഉള്ളൂ. ഒരേ മനസ്സാണ് അവർക്ക്. അതേപോലെ ദ്രൗപദി ദേവിക്കും. എന്നിട്ട് ഇവിടെ പറയുന്നു, അർജുനൻ ഒരു നപുംസകമായിട്ട് കൊട്ടാരത്തിൽ ജീവിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഗാണ്ഡീവധാരിയായിട്ടുള്ള ശക്തനായിട്ടുള്ള യോദ്ധാവ്. ഇതെല്ലാം കേട്ടിട്ട് ഭീമൻ വിഷമിച്ച് ഒന്നും മിണ്ടാതിരിക്കുക. അപ്പോഴെല്ലാം ഈ കഴിഞ്ഞ 11 മാസം നടന്ന കാര്യങ്ങളാണ് ദ്രൗപദി ദേവി അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം ദേവി പറഞ്ഞു, ഞാനിത് അങ്ങയോട് പറയുന്നത് അങ്ങ് എൻ്റെ ദുഃഖമെല്ലാം അറിയാൻ വേണ്ടിയാണ്. അങ്ങാണ് എൻ്റെ യഥാർത്ഥ സംരക്ഷണം, എൻ്റെ ആശ്രയം. ഞാൻ പൂർണ്ണമായിട്ടും അങ്ങയെ ആശ്രയിക്കുകയാണ് പാണ്ഡുപുത്ര. ഞാൻ ഏതോ കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും ചെയ്ത തെറ്റുകൊണ്ടാണോ ഞാൻ ഇത്രയും ദുഃഖം അനുഭവിക്കുന്നത്? എൻ്റെ 5 ഭർത്താക്കന്മാരും ഈ ദുഃഖം അനുഭവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഞാനും ഒരുപാട് ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെത്ര കാലം ഇനിയും തുടരണമെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ കൈകൾ നോക്കൂ. എന്നിട്ട് കൈകളിലൊക്കെ ആ രാജ്ഞിക്ക് വേണ്ടി ചെയ്ത ജോലികൾ കാരണം കൈകളിൽ പല അടയാളങ്ങളും വന്നിരിക്കുക. ഇതെല്ലാം കണ്ടിട്ട് ഭീമൻ മുഖം പൊത്തി കരയുകയാണ്. എങ്ങനെയൊക്കെയോ ആ വിഷമങ്ങളെയൊക്കെ സഹിച്ചിട്ട് സ്വയം ആശ്വസിപ്പിച്ചിട്ട് ഭീമൻ പറയുകയാണ്, ഈ ഇത്രയും ശക്തമായിട്ടുള്ള ഈ കൈകൾ ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? അർജുന് ഗാണ്ഡീവം ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? ഇത്രയൊക്കെ ശക്തരായിട്ടുള്ള യോദ്ധാക്കളുടെ ഭാര്യയായ ദ്രൗപദി ഇത്രയും ദുഃഖം അനുഭവിച്ച് ജീവിക്കുകയല്ലേ? പറഞ്ഞു, ഞാൻ ഇന്ന് തന്നെ സഭയിൽ എല്ലാത്തിനും ഇടിച്ചേനെന്ന്. അവിടെ എല്ലാം നശിപ്പിച്ചേനെ ഞാൻ. പക്ഷേ ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ എന്നെ തടഞ്ഞു. എൻ്റെ ഒറ്റ ചവിട്ട് കൊണ്ട് തന്നെ കീചകന്റെ തല ചെതറിപ്പോയെന്നു. പക്ഷേ യുധിഷ്ഠിരൻ തടഞ്ഞു. അവൻ ദേവിയെ ചവിട്ടുന്ന കണ്ടപ്പോൾ ഈ മത്സ്യരാജ്യം മൊത്തത്തിൽ ഉന്മൂലനം ചെയ്യാൻ എനിക്ക് തോന്നുന്നത്. പക്ഷെ ധർമ്മരാജൻ എന്നെ തടഞ്ഞുകൊണ്ട് മാത്രമാണ്. എൻ്റെ ഉള്ളിൽ ഒരുപാട് ദുഃഖം ഞാൻ അനുഭവിക്കുന്നു ദേവി എന്ന് പറഞ്ഞു. നമ്മുടെ സ്വന്തം രാജ്യത്തിൽ നിന്ന് നമ്മളെ പുറത്താക്കി. കുരുവംശം ഇപ്പോഴും അതേപോലെ തന്നെയുണ്ട്. സേവകരെ പോലെ നമ്മളിവിടെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വലിയ കുന്തം കൊണ്ട് നെഞ്ചത്ത് കുത്തി കയറ്റുന്ന പോലെ തോന്നിയ. എന്നിട്ട് ഭീമസേൻ പറയാം, ദേവി ക്ഷമയോടെ കാത്തിരിക്കുക, ഒരിക്കലും ജ്യേഷ്ഠനെ കുറ്റം പറയരുത്. എന്നിട്ട് പതിവ്രതയായിട്ടുള്ള ഭാര്യമാരുടെ കർത്തവ്യങ്ങളൊക്കെ എത്ര മനോഹരമായിട്ടുള്ള ബന്ധമാണ് അല്ലേ? അവർ തമ്മിൽ ഒരു സ്പർദ്ധയില്ലെന്നുള്ള, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറിച്ചിട്ടൊന്നും ഇല്ലെന്നുള്ള. എന്നിട്ട് ഭീമസേനൻ പതിവ്രതയായിട്ടുള്ള കുറേ നാരീജനങ്ങളുടെ ചരിതം പറഞ്ഞു കൊടുക്കുകയാണ്. ഭർത്താവ് പല പല ദുഃഖത്തിലൂടെ പോകുമ്പോഴും ഭാര്യ അതിനോടൊപ്പം ഭർത്താവിൻ്റെ കൂട്ടി നിൽക്കുന്ന ആ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഭീമസേൻ കി ജയ്. അങ്ങനെ അതൊക്കെ ചർച്ച ചെയ്തപ്പോൾ, ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ അവർക്ക് വീണ്ടും ഒരു സമാധാനം. എന്നിട്ട് ഭീമൻ ദ്രൗപദിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു,
ഇനി 1 മാസം പോലും ഇല്ല നമ്മുടെ വനവാസം തീരാനായിട്ട്, അജ്ഞാതവാസം തീരാനായിട്ട്. അതിനുശേഷം നീ വീണ്ടും മഹാറാണിയാണ്, അതുകൊണ്ട് വിഷമിക്കണ്ട. ഉടൻ തന്നെ ദ്രൗപദി ദേവി ഭീമന്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നു. ഉടൻ തന്നെ ദ്രൗപദി ദേവി പറഞ്ഞു, ഞാൻ എന്തായാലും അധികാലം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കീചകൻ എന്നെ എന്തായാലും വെറുതെ വിടത്തില്ല. അവൻ ആരെയും ഭയമില്ല. അവൻ തീർച്ചയായിട്ടും എന്നെ കൊല്ലുമെന്ന് തോന്നുന്നു, ഞാൻ അവനെ സ്വീകരിച്ചില്ലെങ്കിൽ. അവൻ ഒരുപാട് അഹങ്കാരിയാണ്. രാജാവിന് പോലും അവനെ ഭയമില്ല. രാജാവിനെ പോലും അവന് ഭയമില്ല. അവന് എന്തു വേണമെങ്കിലും എന്നെ എപ്പോഴും ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇനി എന്തെങ്കിലും കീചകൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവൻ ത്യജിക്കുമെന്ന് പറഞ്ഞു. ഒരു ഭർത്താവിൻ്റെ യഥാർത്ഥ കർത്തവ്യം ഭാര്യയെ സംരക്ഷിക്കുക എന്നല്ലേ? അതുകൊണ്ട് വലിയ വലിയ ശത്രുക്കളിൽ നിന്നും നീചന്മാരിൽ നിന്നും എന്നെ എപ്പോഴും രക്ഷിച്ച ആളല്ലേ? അതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അധികം താമസിക്കാതെ കീചകനെ കൊല്ലാമെന്ന് ചോദിച്ചു. ഇനി 1 ദിവസം പോലും കീചകൻ ജീവിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് നൽകുന്നു, ഞാൻ വിഷം കഴിച്ച് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു. ഉടൻ തന്നെ ഭീമൻ ഉറപ്പിച്ചു. ദ്രൗപദിയുടെ വേദന ഇനി ഭീമന് സഹിക്കാൻ കഴിയില്ല. എന്നിട്ട് തോളോട് ചേർത്തിട്ട് ദ്രൗപദി ദേവിയെടുത്ത് പറഞ്ഞു, ദേവി പറയുന്ന പോലെ ഞാൻ ചെയ്യാം. ഞാൻ ഇന്ന് തന്നെ കീചകനെയും അവൻ്റെ എല്ലാ കൂട്ടരെയും കൊല്ലാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. സൂര്യൻ ഉദിച്ചാൽ ഉടൻ തന്നെ നീ നന്നായി ചിരിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ പോകും. എന്നിട്ട് അവനോട് പറയൂ, അവന് വേണ്ടി നിന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന്. എന്നിട്ട് സന്ധ്യ കഴിയുമ്പോൾ അവനുമായിട്ട് രഹസ്യമായിട്ട് കാണാൻ വേണ്ടി ഒരു സ്ഥലത്ത് വരാം എന്ന് പറയും. നൃത്തമന്ദിരത്തിൽ വരാൻ പറയാം. രാത്രിയിൽ അവിടെ ആരും കാണാറില്ല. അവിടെ അവൻ വന്ന ഉടനെ ഞാൻ നല്ലൊരു സ്വാഗതം അവന് കൊടുക്കുന്നതായിരിക്കും. അവനെ നേരെ അവൻ്റെ പൂർവികരുടെ അടുത്തേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇത് കേട്ട ഉടനെ ദ്രൗപദി ദേവി വലിയ സന്തോഷമായി. എന്നിട്ട് ഭീമനെ കെട്ടിപ്പിടിച്ചു. അതേപോലെ തന്നെ പിറ്റേ ദിവസം കീചകൻ കൊട്ടാരത്തിന്റെ പുറത്തു പോയി ദ്രൗപദി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരത്തിൽ രാജ്ഞിയുടെ ആ മുറിയിൽ ദ്രൗപദി ദേവി കണ്ട ഉടൻ തന്നെ ദ്രൗപദി ദേവിയോട് പറയുകയാണ്, സൈരന്ധ്രി, നീ എൻ്റെ ശക്തി കണ്ടതല്ലേ? രാജാവിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ നിന്നെ എറിഞ്ഞതും ചവിട്ടിയതും. എന്നിട്ടും ആ രാജാവ് ഒന്നും ചെയ്തില്ല. അവൻ പേരിന് വേണ്ടി മാത്രം രാജാവാണ്. ഞാനാണ് യഥാർത്ഥത്തിൽ ഇത് ഭരിക്കുന്നത്. അതുകൊണ്ട് നീ എന്നെ നിന്റെ എല്ലാമായിട്ട് സ്വീകരിക്കുക. നിനക്ക് ഞാൻ കുന്നുകണക്കിന് സ്വർണ്ണ രത്നങ്ങൾ നൽകാം. 100 സേവകര്, 100 ആണുങ്ങൾ, 100 ആൺ സേവകര്, 100 തോഴിമാരും, ഏറ്റവും മനോഹരമായിട്ടുള്ള രഥത്തിൽ നീ സഞ്ചരിക്കും. അതുകൊണ്ട് നമ്മൾ ഒന്നിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഉടൻ തന്നെ ദ്രൗപദി ദേവി കുറച്ച് നാണമൊക്കെ കാണിച്ചിട്ട് കുറച്ച് മോഹമൊക്കെ മറയ്ക്കുന്ന പോലെ പറഞ്ഞു, കീചക, നമ്മൾ 2 പേരും ഒന്നിക്കുന്നത് വേറെ ആരും അറിയാൻ പാടില്ല. കാരണം എൻ്റെ ഭർത്താക്കന്മാർ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും. ഇത് ആരും അറിയാതെ നമ്മൾ ഒന്നിക്കുകയാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് കീചകന് വലിയ സന്തോഷമായി. നീ പറയുന്ന പോലെ തന്നെ ഞാൻ പൂർണ്ണമായിട്ടും നിന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് നീ പറയൂ, ഒറ്റയ്ക്ക് നമുക്ക് എവിടെയാ കാണേണ്ടതെന്ന്, ആരും അറിയാതെ നമുക്ക് എവിടെ കാണാമെന്ന് പറയുന്നു. ദ്രൗപദി ഉള്ളിൽ നല്ല സന്തോഷിച്ചു.
പക്ഷെ ഉള്ളിലാണെങ്കിൽ ഭയങ്കര ദേഷ്യമുണ്ട് ഇവനോട്. ദ്രൗപദി ദേവി പറഞ്ഞു, ഈ കൊട്ടാരത്തിൽ നിന്ന് അധികം ദൂരം അല്ലാതെ നൃത്തമന്ദിരമുണ്ട്. രാജകുമാരി ഉത്തര അത് പകൽ സമയത്ത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. സൂര്യാസ്തമയത്തിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കാണും. എന്നിട്ട് നമുക്ക് രണ്ടുപേരും അവിടെ ഒന്നിക്കാം. എന്നിട്ട് ദ്രൗപദി ദേവി അന്തപുരിയിലേക്ക് പോയി. ആ ഒരു രാത്രി ഒരു മാസം പോലെ ദ്രൗപദി ദേവിക്ക് തോന്നി. ദ്രൗപദി ദേവിക്ക് ഒട്ടും ഇഷ്ടമായില്ല കീചകനുമായിട്ടുള്ള ഒരു സംവാദം. കാരണം പതിവ്രതയായിട്ടുള്ള ഒരു നാരീരത്നമാണ് ദ്രൗപദി ദേവി. അതുകൊണ്ട് ദ്രൗപദി ദേവി പറഞ്ഞു, അവൻ്റെ മരണം നടക്കുന്നവരെ എനിക്കൊരു സമാധാനമില്ല. പക്ഷേ കീചകനാണെങ്കിൽ സമയം പോകുന്നേയില്ലേ, എത്രയും പെട്ടെന്ന് രാത്രിയാണോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ സന്ധ്യയായ ഉടൻ തന്നെ കീചകൻ അല്ലേ പുതുമണവാളിനെ പോലെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ആഭരണങ്ങളൊക്കെ ധരിച്ച് അതീവ സുഗന്ധമുള്ള മാലകളൊക്കെ ധരിച്ച് പലതരത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ, ശവത്തിനുള്ള അലങ്കാരം, പല പല സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. ഉള്ളിലാണെങ്കിൽ കാമം ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് രാത്രിയായാൽ മതി എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് എന്താണ് ഈ നശിച്ച സമയം പോവാത്ത എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമയത്തെയും ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു. ഭീമൻ ആ നൃത്ത മന്ദിരത്തിലേക്ക് എത്തി. ആരും അറിയാതെ അകത്ത് കയറി ഒളിച്ചു, കീചകന്റെ വരവും കാത്ത്. ദ്രൗപദി ദേവി അവിടെ എത്തി. എന്നിട്ട് ഇരുട്ടുള്ള ആ മുറിയിലേക്ക് അവൻ കയറി. എന്നിട്ട് ദ്രൗപദി ദേവി വിളിച്ചു, ദേവി, നിന്റെ സൗന്ദര്യത്തിൽ ഞാൻ മതിമറന്ന് നിന്നെ കാണാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. നിന്നെക്കുറിച്ച് മാത്രമായിരുന്നു ഞാൻ ഇത്രയും നേരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എൻ്റെ ഏറ്റവും വലിയ ഭാര്യയായിരിക്കും. ഞാൻ നിനക്ക് ഒരുപാട് സ്വത്തൊക്കെ നൽകും. നീ എൻ്റെ എല്ലാമായി തീരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ദ്രൗപദി ദേവിയും ഉള്ളിൽ നിന്ന് പറഞ്ഞു, എൻ്റെ വലിയ ഭാഗ്യമാണ് ഈ രാത്രിയിൽ അങ്ങ് ഇവിടെ വരാൻ കഴിഞ്ഞത്. നീ അതീവ സുന്ദരനായിട്ടിരിക്കുന്നു. നിന്നെപ്പോലെ ഒരു സുന്ദരനായിട്ട് ഈ ലോകത്ത് വേറെ ആരാ ഉള്ളത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, വരൂ വരൂ എന്ന് പറഞ്ഞു. ദ്രൗപദി ദേവിയുടെ ആ ശബ്ദം കേൾക്കുന്ന ഇരുട്ടാണ്, ഒന്നും കാണാൻ കഴിയില്ല. പാവം കീചകൻ ഇരുട്ടത്താണ് അടികിട്ടുന്നത്. കീചകൻ ദ്രൗപദി ദേവിയുടെ ആ ശബ്ദം കേൾക്കുന്ന ആ ദിശയിലേക്ക് യാത്ര തുടർന്നു. ഭീമസേനൻ ഒരു പട്ടുവസ്ത്രത്തിൽ ഒളിച്ചിരിക്കുകയാണ്. കീചകൻ അങ്ങോട്ട് പോകാനും ഭീമൻ പെട്ടെന്ന് പുറത്തു ചാടി അവന്റെ മുമ്പിൽ വന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അവിടെ പറഞ്ഞു. ഭീമസേനൻ കീചകന്റെ മുടി പിടിച്ചു വലിച്ചു. അവന്റെ ദേഹത്ത് മാലയും അതെല്ലാം ഉണ്ടെന്ന് അതെല്ലാം വലിച്ചൊരു നാശമാക്കി. കീചകന് സത്യം പറഞ്ഞ് എന്താ നടക്കുന്നതെന്ന് മനസ്സിലായി. സൈരന്ധ്രി കീചകനെ പറ്റിച്ചതാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ അവിടെ വേറെ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കും. എന്നിട്ട് മുഴുവൻ ദിവസം അവൻ കുടിച്ചിട്ടും ഇരിക്കുകയാണ്. പകുതി കുടിച്ചിട്ട് ബോധമില്ലാതെ ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഭീമന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു. ഭീമനാണെങ്കിൽ ഇരുമ്പിനെ പോലെ നല്ല ശക്തമായിട്ടുള്ള മുഷ്ടികൾ വെച്ച് അവനെ ടാപ്പ് ടാപ്പ് ടപ്പെന്ന് ഇടിക്കാൻ തുടങ്ങി. കീചകനാണെങ്കിൽ ഭീമന്റെ 2 കൈയും പിടിച്ചു. എന്നിട്ട് കാല് വെച്ച് തൊഴിച്ച് അവനെ മാറ്റാൻ ശ്രമിച്ചു. അങ്ങനെ 2 പേരും തമ്മിൽ ഭയങ്കര ഇടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടി. അന്നേരത്തേക്ക് വാലിയും സുഗ്രീവനും തമ്മിൽ ഇടിക്കുന്ന പോലെ 2 പേരും ഇടിക്കുകയായിരുന്നല്ലോ.
അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് തെറിച്ച് വീഴും, വീണ്ടും ശക്തമായിട്ട് വരും എന്നുള്ളതാണ്. വജ്രം തമ്മി ഇടിക്കുന്ന പോലെ വജ്രം പോലെ രണ്ടുപേരും ഇടിക്കുകയാണ്. എന്നിട്ട് അവരുടെ ഇടി കൊണ്ട് അവിടുത്തെ പല ഭിത്തികളും തകർന്ന് വീഴുകയായിരുന്നു. അവസാനം ദേഷ്യം വന്നിട്ട് അവർ മുഷ്ടി വെച്ചിടിക്കുന്നു, നഖം വെച്ചിരിക്കുന്നു, പല്ല് വെച്ച് ഭീമൻ കടിക്കുന്നു. ഭീമൻ കീചകന്റെ തൊലി വലിച്ച് നഖം വെച്ച് വലിച്ച് ഇങ്ങനെ ഊരുന്നു, മുഷ്ടി വെച്ചിടിക്കുന്നു, പല്ല് വെച്ച് കടിക്കുന്നു. പിന്നെ കാല് വെച്ച് നല്ല തൊഴി ഒഴിച്ചു. പക്ഷെ രണ്ടുപേരും തളരുന്നില്ലെന്നുള്ളതാണ്. രണ്ടുപേരും തുടർച്ചയായിട്ട് ഒരു ബ്രേക്ക് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ദൂരെ നോക്കുമ്പോൾ രണ്ട് കാളകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന പോലെ തോന്നി എന്നുള്ളതാണ്. എന്നിട്ട് ദൂരെ നിന്ന് കേൾക്കുന്നവർക്ക് എന്തോ മരം ആരോ പിഴുത് വലിച്ചെറിയുന്നത് പോലെ, മരം വെട്ടി കീറുന്ന പോലെ ശബ്ദമായിരുന്നുള്ളൂ. ആ രീതിയിലായിരുന്നു ഇടിക്കുന്നത്. കീചകൻ സത്യം പറഞ്ഞ ഇത്രയും ശക്തനായിട്ടുള്ള ഒരാളെ ആദ്യമായിട്ട് കാണുകയാണ്. കാരണം എത്രയെത്ര ആൾക്കാരുമായിട്ട് ഇടി കൂടിയിട്ടുണ്ട് കീചകൻ. ഇത്രയും ശക്തനായിട്ടുള്ള ഒരു എതിരാളിയെ ആദ്യമായിട്ട് കാണുകയാണ്. കീചകന് തോന്നി ഒരു പർവ്വതമായിട്ട് യുദ്ധം ചെയ്യണം, അത്രയ്ക്ക് ശക്തമാണ് ഭീമന്റെ ശരീരം. അവസാനം കീചകന്റെ ഫുൾ ശക്തി ഉപയോഗിച്ചു എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ഭീമനെ മലത്തിയടിക്കാൻ നോക്കി എന്നുള്ളതാണ്. പക്ഷെ അതിന് പകരം ഭീമൻ, ഈ ഗുസ്തിയുടെ ഒരു പ്രയോഗം ഉണ്ടല്ലോ മലത്തി അടിക്കുന്നത്, പക്ഷെ ഭീമനാണെങ്കിൽ കീചനെ ഇങ്ങനെ ഞെരുക്കി അമർത്തി എന്നുള്ളതാണ്. കീചകനെ അനങ്ങാൻ പോലും സമ്മതിച്ചില്ലെന്നുള്ള. അതായത് അന്നേരം കീചകനെ ഇങ്ങനെ ഞെരിഞ്ഞമരുവായിരുന്നു. അവസാനം അവന്റെ നെഞ്ച് ഇങ്ങനെ വിരിച്ച് ഭീമന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയോ രക്ഷപ്പെട്ടു. ഉടൻ തന്നെ ഭീമൻ എന്ത് ചെയ്തു, അവന്റെ നെഞ്ച് നോക്കി ഒറ്റയിടി എന്നുള്ളതാണ്. എന്നിട്ട് കീചകനെ തൂക്കിയെടുത്ത ആ സഭയിൽ ആ ഹാളിൽ ഒറ്റയേറി. അവസാനം കീചകൻ എന്ത് ചെയ്തു, ഭീമന്റെ നേരെ ഓടി വരികയാണ്. എന്നിട്ട് ഭീമന്റെ കഴുത്തിൽ കയറി പിടിച്ചു. എന്നിട്ട് ഭീമനെ വീഴ്ത്തി. എന്നിട്ട് കീചകന്റെ മുട്ട് ഭീമന്റെ നെഞ്ചിൽ അമർത്തി വെച്ചു എന്നുള്ളതാണ്. ഉടൻ തന്നെ ഭീമൻ എന്ത് ചെയ്തു, ഭീമൻ ഇങ്ങനെ ഉരുണ്ടു. എന്നിട്ട് ഇതും കൂടെ ആയപ്പോ ഉടൻ തന്നെ ഭീമന്റെ കണ്ണെല്ലാം ചുവന്നു. കാരണം ഭീമന് കുറേയായി. ഭീമൻ പറഞ്ഞ്, എന്റെ നെഞ്ചത്ത് നീ മുട്ട് വയ്ക്കുന്നോടാ, നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ, നോക്കടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭീമൻ ഉരുണ്ടു. എന്നിട്ട് യമരാജനെ പോലെ കീചകന് തോന്നി ഭീമസേനെ. എന്നിട്ട് എന്ത് ചെയ്തു, എഴുന്നേറ്റു. എന്നിട്ട് അലറിക്കൊണ്ട് മദം പൊട്ടിയ ആനയെ പോലെ ഓടി വരികയാണ് ഭീമസേനൻ. വീണ്ടും രണ്ടുപേരും കൂട്ടിമുട്ടി എന്നുള്ളു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി അടി, അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരെ തെറിച്ചു വീഴുന്നു, വീണ്ടും ഇടിക്കുന്നു. അന്നേരം കീചകൻ നോക്കിയപ്പോ കീചകൻ അത്ഭുതപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഗുസ്തിയിൽ വളരെ എക്സ്പെർട്ടാണ് കീചകൻ. പക്ഷെ അവന്റെ എല്ലാ അടവുകളെയും ഭീമൻ അതിവിദഗ്ധമായിട്ട് തടയുകയാണ്. എന്നിട്ട് തിരിച്ച് നല്ല പണിയും കിട്ടുന്നുണ്ട്. അവസാനം കീചകന് മനസ്സിലായി എൻ്റെ ശക്തിയെല്ലാം ക്ഷയിക്കുന്നതായിട്ട്. അന്നേരം ഭീമന് മനസ്സിലായി, കിട്ടി, അവസരം കിട്ടി. അന്നേരം ഇത് അറിഞ്ഞതും ഭീമൻ കൂടുതൽ എനർജി കൂടി എന്നുള്ളത്. കീചകൻ തളരുന്നു എന്ന് മനസ്സിലായപ്പം ഭീമൻ എനർജി കൂടി എന്നുള്ളത്. ഉടനെ ശക്തമായിട്ടുള്ള
ഭീമൻ എന്ത് ചെയ്തു? ശക്തമായിട്ടുള്ള കൈകൾ വെച്ച് കീചകനെ ഞെരുക്കി അമർത്താൻ തുടങ്ങിയെന്നുള്ള. അവസാനം കീചകന് ശ്വാസം പോലും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്നിട്ട് ബോധം കെട്ട് വീഴുകയാണ് കീചകൻ. ഭീമൻ എന്ത് ചെയ്തു? അവന്റെ മുടി പിടിച്ച് വലിച്ച്, സിംഹം എങ്ങനെയാണോ വലിയൊരു മൃഗത്തെ വേട്ടയാടി കൊണ്ടുപോകുന്ന അതേപോലെ അവന്റെ തലയിൽ പിടിച്ച് ഇങ്ങനെ വലിച്ച് ഇഴയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് ആ മുടിയിൽ പിടിച്ച് തന്നെ അവനെ ഇട്ട് കറക്കാൻ തുടങ്ങിയെന്നുള്ള. ഹരേ കൃഷ്ണ. അതായത് നമ്മൾ ഈ തുണി എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ചപ്പൊന്നും അടിക്കത്തില്ല, അതേപോലെ കീചകന്റെ മുടി പിടിച്ചിട്ട് ഇങ്ങനെ കറക്കാൻ തുടങ്ങി. മുടിയല്ല, അവന്റെ മൊത്തത്തിൽ മുടി പിടിച്ചിട്ട് അവനെ മൊത്തത്തിൽ കറക്കുക. ഹരേ കൃഷ്ണ. എന്നിട്ട് മുടിയെ പിടിച്ച് കറക്കിയിട്ട് തുണിയിട്ട് കല്ലിന്റെ മേൽ അടിക്കുന്ന പോലെ തറയിൽ, മാർബിളിന്റെ തറയായിരുന്നു, തറയിൽ ഒറ്റയടിയുന്നു. ഇതും പോരാഞ്ഞിട്ട് ഭീമൻ കീചകന്റെ നേരെ എടുത്ത് ഒറ്റ ചാട്ടം അവന്റെ ദേഹത്ത്. അവൻ ചപ്പാത്തിയായി കാണും അല്ലേ? എന്നിട്ട് മുട്ട് മടക്കി അവന്റെ നെഞ്ചത്ത് ഊക്കി തന്നെ ഒരു ചവിട്ടി അവനെ, എന്നിട്ട് അവന്റെ കഴുത്ത് പിടിച്ച് അവനെ ഞെരിക്കാൻ തുടങ്ങിയതുള്ള. ഇതെല്ലാം കണ്ടിട്ട് ദ്രൗപദി ദേവി വളരെ സന്തോഷവതിയായിട്ട് കാണപ്പെട്ടു. എന്നിട്ട് ഇങ്ങനെ കഴുത്തി പിടിച്ച് ഞെരിച്ച് അവന്റെ പ്രാണൻ പോയെന്നുള്ളതാണ്. പക്ഷേ ഫുള്ളായിട്ട് പ്രാണൻ പോയിട്ടില്ല. കാരണം ഭീമൻ അങ്ങോട്ട് ദേഷ്യം തീരുന്നില്ല. അതുകൊണ്ട് അവനെ കൊല്ലാനും താല്പര്യമില്ല. അവൻ പെട്ടെന്ന് മരിക്കരുത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു? ഞാൻ നേരത്തെ സത്സംഗത്തിൽ പറഞ്ഞ പോലെ ഭീമൻ അങ്ങോട്ട് ഇടി തുടങ്ങി എന്നുള്ളതാണ്. നാരായണ, ഇങ്ങനെ ഈ ലോകത്ത് ആരും ഇടിച്ചു കാണത്തില്ല. ആ രീതിയിൽ ഇടി എന്ന് പറഞ്ഞാൽ ഒടുക്കൽ തിടി. ഭീമന് തല കാണാൻ പറ്റുന്നില്ല, കൈ കാണാൻ പറ്റുന്നില്ല, അതിലോട്ടൊന്നും നോക്കാൻ താല്പര്യമില്ല. 10,000 ആനയുടെ ബലത്തിൽ ഓരോ ഇടിയും വരികയാണെന്നുള്ളതാണ്. ഇടിച്ച് അവന്റെ കൈ ചമ്മന്തിയായെന്നുള്ളതാണ്. നമ്മൾ പറയത്തില്ല ഇടിച്ച് ചമ്മന്തിയാക്കുന്നു, ആ രീതിയിൽ അവന്റെ കൈ ചതഞ്ഞു പോയി എന്നുള്ള, കാല് ചതഞ്ഞു പോയി, തല ചതഞ്ഞു പോയി. അവസാനം സത്യം പറഞ്ഞ അവന്റെ എല്ലുകൾ കാണാനില്ല. ഹരേ കൃഷ്ണ. എന്തുമാതിരി ഇടിയായിരിക്കും അല്ലേ? അവന്റെ എല്ലേ കാണാനില്ല, എല്ലെല്ലാം പൊടിഞ്ഞു പോയെന്നുള്ളതാണ്. വെറും മാംസപിണ്ഡമാക്കി എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. ഭീമസേൻ കീ ജയ, ദ്രൗപദി ദേവി കീ ജയ. ഇടിച്ച് അവന്റെ കൈയും കാലും തലയും അസ്ഥി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, വെറും മാംസപിണ്ഡം. ആ രീതിയിലാണ് ഇടിച്ചതിരിക്കുന്നത്. കയ്യും അതായത് എവിടേക്ക് അവന്റെ ശരീരത്തിന്റെ ഭാഗമുണ്ടോ അവിടേക്ക് ഇടിച്ച് വെറും മാംസപിണ്ഡമാക്കി എന്നുള്ളത്. ഇത്ര ഇടിച്ചപ്പോഴാണ് ഭീമൻ ഒരു സമാധാനമായത്. ഒരു ഭക്ത പറയുന്ന എല്ലാം തവിട് പൊടിയെ. സത്യം അതേപോലെ തന്നെ ഇടിച്ച് എൻ്റെ അമ്മ നാരായണ, എല്ലെല്ലാം പൊടിഞ്ഞു പോയി. അതായത് ഭീമൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഭീമൻ എത്ര നല്ല ബുദ്ധിമാനായിട്ടുള്ള ആളാണ് നോക്കണേ ഫൈറ്റിങ്ങിന്റെ കാര്യത്തിൽ. ഭീമൻ ഇടിച്ചു, ആദ്യമൊക്കെ നന്നായിട്ട് ഇടിച്ചു, പക്ഷെ ഫുൾ പവറിൽ ഇടിച്ചില്ല. എന്താണെന്നറിയാം? ഇവൻ തളരുന്നത് വരെ വെയിറ്റ് ചെയ്യായിരുന്നു. അവൻ തളർന്നു എന്ന് ബോധ്യപ്പെട്ടതും ഭീമന്റെ ഫുൾ പവർ തുടങ്ങി എന്നുള്ളത്. മോനെ, പിന്നെ നടന്ന കാര്യം ആർക്കും അറിഞ്ഞൂടെ എന്താ സംഭവിച്ചത്. മലർത്തി വീഴ്ത്തി, പിന്നെ അവന്റെ മുടി പിടിച്ച് ഇങ്ങനെ കറക്കി എയറിലിട്ട് കറക്കി അവൻ എയറിലായി അല്ലേ? എന്നിട്ട് മലർത്തി ഒറ്റയടി, തുണി അലക്കുന്നത്. എന്നിട്ട് ഭീമസേന എടുത്ത് ഒറ്റ ചാട്ടം അവന്റെ ദേഹത്തേക്ക്. എന്നിട്ട് കാല് മുട്ട് വെച്ച് നെഞ്ചത്തൊരു അമർത്തി വെച്ചു. എന്നിട്ട് അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അവനെ കൊന്നുള്ള. ഹരേ കൃഷ്ണ. ഒരു മാതാജി പറഞ്ഞു, ഇനിയും കൊടുക്കണം ചാകുന്നത് വരെ. ഇനി ഒന്നുമില്ല, ആള് പോയി.
എന്നിട്ട് ഭീമന് ദേഷ്യം തീരുന്നില്ല. അവസാനം പടാന്ന് ഇടി തുടങ്ങി എന്നുള്ളതാ. അവന്റെ എല്ലെല്ലാം പൊടിഞ്ഞു എന്നുള്ളതാണ്. തലയോട്ടി, കയ്യ്, കാല് എല്ലാം പൊടിഞ്ഞു എന്നുള്ളതാണ്. അവസാനം തലയാണോ കൈയാണോ കാല് ഏതാണോന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചു വെച്ചിരിക്കുകയാണ് മാംസപിണ്ഡമായിട്ട്. ഇത്രയും ഇടിച്ചപ്പോഴാണ് ഭീമൻ ഒരു സമാധാനം. അതായത് 12 വർഷത്തെ ഇടിയാണേ പാവം കീചകന് ഒറ്റയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ദുശാസന് വേണ്ടി വെച്ചത് ഉൾപ്പെടെ, ദുര്യോധനു വേണ്ടി ഉൾപ്പെടെ എല്ലാം കൂടെ ചേർത്ത് കിട്ടിയെന്നുള്ള. കീചകൻ മരിച്ചതോടുകൂടി ഭീമൻ എഴുന്നേറ്റു. എന്നിട്ട് ദ്രൗപദി എടുത്ത് പറഞ്ഞു, പാഞ്ചാലി നോക്കൂ, ഈ നീചനെ ഞാൻ ഏതവസ്ഥയിലാക്കിയിരിക്കുന്നു. ഇനി ആരെങ്കിലും നിന്നെ തെറ്റായിട്ട് നോക്കുകയാണെങ്കിൽ അവർക്കെല്ലാം ഇതൊരു പാഠമാകട്ടെ. അവൻ്റെയൊക്കെ ഗതി ഇതേപോലെ ആയിരിക്കും. എന്നിട്ട് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഭീമസേൻ എന്ത് ചെയ്തു? നേരെ മുറിയിലേക്ക് പോയി കിടന്നുറങ്ങാൻ തുടങ്ങി. എന്നിട്ട് ദ്രൗപദി ദേവി എന്ത് ചെയ്തു? ദ്രൗപദി ദേവി കൊട്ടാരത്തിൽ ചെന്നിട്ട് പറഞ്ഞു കാവൽ ഭടന്മാരോട്, നിങ്ങൾ നൃത്തസഭയിൽ ചെന്നിട്ട് നോക്കൂ അവിടെ എന്താ ഉള്ളതെന്ന്. അവിടെ മഞ്ഞ ഒരാളുടെ ഭാര്യയെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് അവസ്ഥയാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ അവിടെ പോയി നോക്കാൻ പറഞ്ഞു. എൻ്റെ ഗന്ധർവന്മാരായിട്ടുള്ള ഭർത്താക്കന്മാര് കീചകനെ വധിച്ചിരിക്കുക എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഭടന്മാര് ചെന്ന് നോക്കുമ്പോൾ കീചകന്റെ ശവം കാണുകയാണ്. പക്ഷെ അവരെല്ലാം കൂടെ അത്ഭുതപ്പെട്ടു. ഇത് തല എവിടെ, കൈ എവിടെ, കാലെവിടെ ഒന്നും മനസ്സിലാവുന്നില്ല. അവസാനം ആയിരക്കണക്കിന് പടയാളികൾ അവിടെ വന്ന് നോക്കിയാണ്. അവർ കണ്ടിട്ട് ഭയപ്പെട്ടു. ആരുടെയും ഇങ്ങനെ ഒരു ദയയില്ലാതെ ഇടിക്കുന്നത്. അവരുടെ സേനാപതി തുണ്ടമായിട്ട് കിടക്കുന്നു. അവന്റെ ആഭരണങ്ങളെല്ലാം പൊട്ടിച്ചതറി കിടക്കുന്നു. അവനെ ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായി. എന്നിട്ട് എല്ലാവരും ചോദിച്ചു, കീചകനെ കൊല്ലുന്ന തന്നെ ഇത്രയും പാടാണ്, ഇനി ഈ മാതിരി ഇടി ഈ രീതിയിൽ ആർക്കാണ് ഇടിക്കാൻ പറ്റുന്നത്? ഹരേ കൃഷ്ണ. എന്നിട്ട് ഇവിടെ പറയുന്നു, പടയാളികൾ തമ്പി പറയായിരുന്നു, കീചകൻ എന്ന് പറഞ്ഞാൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു മല്ലനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോദ്ധാവാണ്. പടയാളികൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആർക്കും വല്ലഭനെ സംശയം തോന്നിയില്ല. ആരായിരിക്കും ഇത് ചെയ്തത്? ഇവന്റെ കൈ എവിടെയുടെ, ഇവന്റെ കാലെവിടെ, ഇവന്റെ തല എവിടെ? അങ്ങനെ കീചകന്റെ അനുയായികളെല്ലാം കീചകനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഉള്ളിൽ ഭയം തോന്നി. ഉടൻ തന്നെ അവരെല്ലാവരും പറഞ്ഞു, തീർച്ചയായിട്ടും ഇത് ഗന്ധർവന്മാരുടെ തന്നെ പണിയാണ്. കാരണം ഒരു മനുഷ്യന് ഇങ്ങനെ ഇടിക്കാൻ കഴിയില്ല. എന്നിട്ട് കീചകന്റെ ശരീരം പൊക്കി. ഇവിടെ മഹാഭാരതത്തിൽ പറയുന്നു, ഒരു തോടിൻ്റെ ഉള്ളിൽ അവയവങ്ങളെല്ലാം വലിച്ച ഒരു ആമയെ പോലെയായിരുന്നു അവന്റെ ശരീരം. അതായത് കൈയും തലയും കാലും ഒന്നുമില്ല. അതായത് അതെല്ലാം ഒരു തോടിൻ്റെ ഉള്ളിലേക്ക് ഒരു ആമ രക്ഷപ്പെടാനായിട്ട് ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ അതേപോലെ ഇരിക്കുകയായിരുന്നു കീചകന്റെ ശരീരം. നാരായണ. ശേഷക്രിയ ചെയ്യാൻ വേണ്ടി അവനെ കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് ദ്രൗപദി ദേവി ദൂരെ നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഇവന്റെ അനുയായികൾ പറഞ്ഞു, ഇവള് കാരണമാണ് കീചകൻ മരിച്ചത്, അതുകൊണ്ട് അവളും കീചകനോടൊപ്പം മരിക്കേണ്ടവൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ വീരനായകന്റെ ശവം കത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഇവളെ അതിനകത്ത് കത്തിക്കാം. ഉടൻ തന്നെ എന്ത് ചെയ്തു? ഉടൻ തന്നെ രാജാവിന്റെ അനുമതി ചോദിച്ചു. എന്നിട്ട് ഈ വൃത്തികെട്ട രാജാവ്, എന്തോന്ന് മത്സ്യരാജൻ, എനിക്ക് ദേഷ്യം കയറുക. ആള് ഉടനെ സമ്മതിച്ചു. കാരണം എന്താ, കീചകന്റെ ആൾക്കാരാണേ, അതുകൊണ്ട് എന്തോന്ന് രാജാവ് ഇവിടെ ഇരിക്കുക.
അല്ലേ? എന്നിട്ട് ഇനി കീചകന്റെ ആൾക്കാരെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വന്നാലോ എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ വീണ്ടും കീചകന്റെ അനുയായികൾ എന്ത് ചെയ്തു? ദ്രൗപദിയെ പിടിക്കാനായിട്ട് ഓടി എന്നുള്ളതാണ്. എന്നിട്ട് ദ്രൗപദിയെ ബന്ദിയാക്കി. എന്നിട്ട് ദ്രൗപദി എങ്ങനെയൊക്കെയോ രക്ഷപ്പെടാൻ വേണ്ടി നോക്കി. ഉടൻ തന്നെ ദ്രൗപദി ദേവിയെ ആ കീചകന്റെ ശവത്തിനോടൊപ്പം പിടിച്ചു നിർത്തി എന്നുള്ളതാണ്. ദ്രൗപദി ദേവി രക്ഷപ്പെടാനായിട്ട് വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ദേവി ഉറക്കെ പറയാണ്, ജയ, ജയന്ത, വിജയ, ജയത്സേന, ജയത് ബാല, ആരെങ്കിലും എന്റെ വാക്കുകൾ കേൾക്കൂ, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. ഈ ദുഷ്ടന്മാർ എന്നെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. എന്റെ ഗന്ധർവന്മാരെവിടെ? അവരൊക്കെ എവിടെയെന്ന് പറഞ്ഞു. ഇത് കേട്ടത് ഭീമനാണ്. ഭീമ ഉടൻ തന്നെ എന്ത് ചെയ്തു? ഭീമന് മനസ്സിലായി കീചകന്റെ അനുയായികൾ തന്നെയാണ് ദ്രൗപദിയെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആരും കാണാത്ത വേറൊരു വഴി കൂടെ തല മറച്ചു ഭീമസേനൻ. എന്നിട്ട് പല പല മതിലുകളും ചാടി, പല പല ഉദ്യാനങ്ങളിലൂടെയും ചാടി അതിവേഗതയിൽ ശ്മശാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. നഗരത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. ഉടൻ തന്നെ അവിടെ വലിയൊരു പന കണ്ടു ഭീമസേന. നല്ല പൊക്കവും വലിപ്പമുള്ള ഒരു പന. ഭീമൻ അത് പിഴുതെടുത്തു എന്നുള്ളതാണ്. എന്നിട്ട് തോളത്തം വെച്ചോട്ടാണ് ഭീമൻ പോകുന്നത്. അന്നേരം കീചകന്റെ കൂട്ടര് ശ്മശാനത്തിലേക്ക് എത്തിയപ്പോ യമരാജനെ പോലെ മോഹമൊക്കെ മറച്ചിട്ട് ഈ എന്തു പറയുന്നത്, ഈ പനമരം പിടിച്ചിരിക്കുന്ന, പനമരം തോളയിലും വെച്ചോണ്ടിരിക്കുന്ന ഒരാൾ രൂപത്തെ കാണും. സാക്ഷാൽ യമൻ നിൽക്കുകയാണ് മുന്നിൽ. അവർക്ക് സത്യമായിട്ട് തോന്നി യമരാജൻ മുന്നിൽ നിൽക്കുകയാണ്. കാലൻ ദാ വന്നിരിക്കുന്നു, കാലമാടം വന്നിരിക്കുന്നു. ഉടനെ അവര് പറഞ്ഞു, ദോ ഗന്ധർവൻ വന്നിരിക്കുന്നു, സൈരന്ദ്രിയുടെ ഭർത്താവ് വന്നിരിക്കുന്നു, എത്രയും പെട്ടെന്ന് ഇവളെ ഇവിടെ വിട്ടിട്ട് ഓടിക്കും, അല്ലെങ്കിൽ നമ്മളെല്ലാരും പോകുന്നു. ഉടൻ തന്നെ അവന്മാരെല്ലാം ദ്രൗപദിയെ താഴെ ഇട്ടു. എന്നിട്ട് പല ദിശകളിലേക്ക് ഓടി. ഭീമൻ വെറുതെ വിടുവോ? ഓരോരുത്തന്മാരെ പുറകെ പോയി അടിച്ചു എന്നുള്ള, ഒരുത്തനെ പോലും വെറുതെ വിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, എങ്ങനെ അടിക്കുന്ന വെച്ചാൽ, അടിയുടെ ആഘാതം കൊണ്ട് അവന്മാര് വേറെ ഏതോ മരത്തിൽ ചെന്ന് വീഴണം. അവിടെ ചെന്നിട്ട് അവൻ ചപ്പാത്തി പോലെ ഈ നമ്മൾ ഈ ചാണകം ഉണങ്ങാൻ വേണ്ടി ഭിത്തിയിൽ ഇങ്ങനെ വെക്കത്തില്ല, അതേപോലെ ഇവന്മാരെല്ലാം പേസ്റ്റായിട്ട് മരത്തിൽ ഇങ്ങനെ ഇരിക്കും. അയ്യോ നാരായണ, എല്ലാവന്മാരെ അടിച്ചൊരു പരിപാടി. ഒരേ കൃഷ്ണ. സിംഹം ഗർജിക്കുന്ന പോലെ ഭീമൻ ഗർജിച്ചോണ്ടിരിക്കുകയാണ്. ഒരുത്തനെ പോലും വെറുതെ വിട്ടില്ല. ഓടറ ഓട്ടം. അതും പല ദിശകളിലേക്കാണ് ഓടിയത്. ഒരുത്തനെ അടിക്കുന്നു, അവൻ ബോധം കെട്ട് വീണു. അടുത്തവനെ അടിക്കുന്നു, ബോധം കെട്ട് വീണു. ഇവന് ബോധം വരുമ്പോൾ വീണ്ടും അടിച്ച് റെഡിയാക്കുന്നു. നിമിഷങ്ങൾക്കകം ശ്മശാനത്തിൽ 100 ശവങ്ങളൊക്കെ റെഡിയായിരുന്നു, 100 അനുയായികൾ. പിഴുതെടുത്ത മരങ്ങളെ പോലെ ആ ശവങ്ങളെല്ലാം അവിടെ കൂട്ടത്തിൽ കിടക്കുകയാണ്. എല്ലാത്തിനെയും കാച്ചി എന്നുള്ളതാണ്. അയ്യോ, എല്ലാത്തിനെയും കാച്ചി. എന്നിട്ട് ദ്രൗപദി അടുത്ത് പറഞ്ഞ, ഇനി നീ വീട്ടിലോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഹരേ കൃഷ്ണ. എന്നിട്ട് സാധാരണ ശ്മശാനത്തിലേക്ക് വരുന്ന ആ വഴി കൂടെ അല്ല ഭീമസേനൻ വന്നത്, വേറെ വഴി കൂടെയാണ്, മതിൽ ചാടി അങ്ങനെയൊക്കെയാണ് വന്നത്. അന്നേരം അതേ വഴി കൂടെ തന്നെ ഭീമൻ ആരും അറിയാതെ കിച്ചണിൽ വന്നിട്ട് ഇളക്കാൻ തുടങ്ങി.
എവിടെ പോയി അതിപ്പോൾ ഒന്ന് പുറത്തോട്ടൊന്ന് കാറ്റുകൊള്ളാൻ പോയത്, അതേപോലെ ഭീമൻ വന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. ഹരേ കൃഷ്ണ. അതായത് വിളി കേട്ടിട്ട് അവിടെ പോയി 100 പേരെ കൊന്നു എന്നുള്ളതാണ്. എന്നിട്ട് കൊന്നിട്ട് നേരെ വന്നിട്ട് കിച്ചണിൽ വന്നിട്ട് പാചകം തുടങ്ങി എന്നുള്ള, ഞാനൊന്നും ചെയ്തില്ല എന്നൊരു മട്ടിൽ. ഇങ്ങനെയുണ്ട് ഭീമന്റെ ഹീറോയിസം. കേട്ടില്ലോ അല്ലേ? അന്നേരം വിരാട് രാജ്യത്തിലുള്ള എല്ലാവരും കീചകന്റെ വധത്തെക്കുറിച്ചും കേട്ടു, അവരുടെ 100 പേരെയും കൊന്നതായിട്ട് കേട്ടു. എന്നിട്ട് എന്താണ് ഇതിനൊക്കെ കാരണമെന്ന് പറഞ്ഞ് അവര് പ്രജകളെല്ലാം ഓടി വന്നു. എന്നിട്ട് അവിടെ കണ്ട ശവങ്ങളെയൊക്കെ കണ്ടിട്ട് അവര് നേരെ രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കീചകനും മരിച്ചു, കീചകന്റെ 100 പേരും മരിച്ചു എന്ന്. കുന്നുകൂടി കിടക്കുകയാണ് അവരുടെ ശവങ്ങളിൽ നിന്ന്. തീർച്ചയായിട്ടും ഗന്ധർവന്മാര് തന്നെ തട്ടിയത്, സൈരേന്ദ്രി അപമാനിച്ചുകൊണ്ട്. നമുക്കെല്ലാം അവളെ ഭയമാണ് കേട്ടോ സൈരേന്ദ്രി എന്ന് പറഞ്ഞു. സാധാരണ സൗന്ദര്യമാണ് അവൾക്ക്. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും തെറ്റായിട്ടൊന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കും പണി കിട്ടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ഈ രാജ്യത്തിലുള്ള എല്ലാവരും ഓരോന്നോരോന്നായിട്ട് തീരുമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ വിരാട് രാജാവ് പറഞ്ഞു, കീചകനെയും കീചകന്റെ അനുയായികളെയും എല്ലാവിധ ഐശ്വര്യത്തോടു കൂടി തന്നെ അവരുടെ ശേഷക്രിയ ചെയ്യുക. വലിയ ത്യാഗം. സത്യം പറഞ്ഞാൽ ധൃതരാഷ്ട്രയെ കാട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്ന ഇങ്ങേരോടാണ്. സൈരന്ധ്രിയുടെ കാര്യം ഞാൻ നോക്കാന്ന് പറഞ്ഞു. ഉടൻ തന്നെ രാജാവ് ഭാര്യയായ സുദേഷിനടുത്ത് പറഞ്ഞു, സൈരന്ധ്രി വന്നാൽ ഉടൻ തന്നെ ഞാൻ പറഞ്ഞതുപോലെ സൈരന്ധ്രി അടുത്ത് പറയാം, ദേവി ഇത് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി തരുമോ? നമുക്ക് ഗന്ധർവന്മാരെ വലിയ ഭയമാണ്, അവരെല്ലാം നമ്മളെ നശിപ്പിക്കും. എന്നിട്ട് രാജാവ് പറയുക, ദേവി എനിക്ക് തന്നെ ഭയമുണ്ട്, ആ സൈരന്ധ്രി ഇവിടുന്ന് പുറത്താക്കുമ്പോൾ ഗന്ധർവന്മാർ എന്നെ കൊന്നാലോ? ദ്രൗപദി ദേവി നഗരത്തിലോട്ട് കേറിയത് എല്ലാവരും എടാ ഓടണേ ഓടണേ എടാ ഓടിക്കും, കാട്ടിലേതോ വലിയ പുലി വന്നതുപോലെ എല്ലാ അമ്മമാരും ഓടാൻ തുടങ്ങി. ചിലവരാണെങ്കിൽ കണ്ണടച്ച്, നമുക്കൊന്നും കാണാൻ കഴിയില്ല, നമുക്ക് കാഴ്ചയില്ല കേട്ടോ. ചിലവരാണെങ്കിൽ തുണി വെച്ച് തല മറച്ച്. എന്നിട്ട് ദ്രൗപദി ദേവി കൊട്ടാരത്തിലേക്ക് പോയി. എന്നിട്ട് ദ്രൗപദി ദേവിയാണെങ്കിൽ നേരെ പോയി കുളിച്ചു. എന്നിട്ട് കുളിച്ചിട്ട് ദേവി രാജ്ഞിയുടെ അടുത്തെത്തി. രാജ്ഞി ഉടനെ രാജാവ് പറഞ്ഞ സന്ദേശം കൊടുത്തു. ഇത് കേട്ടിട്ട് ദ്രൗപദി ദേവി പറഞ്ഞു, ഒരു 2 ആഴ്ച എനിക്ക് ഇവിടെ നിൽക്കാൻ അനുവദിക്കണം. അതുകൊണ്ട് ഈ 2 ആഴ്ച നിങ്ങൾ എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കുകയാണെങ്കിൽ എൻ്റെ ഭർത്താക്കന്മാരായിട്ടുള്ള ഗന്ധർവന്മാർക്ക് നിങ്ങളോട് ഒരുപാട് കടപ്പാട് തോന്നും. അതിനുശേഷം അവരെന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞു. ഒരു 2 ആഴ്ച നമ്മളെ സഹിച്ചാൽ മതി. എന്നിട്ട് രാജ്ഞി പറഞ്ഞു, ഓക്കെ 2 ആഴ്ച കഴിഞ്ഞ് പോണേ കേട്ടോ. ഉറപ്പായിട്ടും പോയിരിക്കുന്നു. അതുവരെ നീ ജോലിയൊന്നും ചെയ്യണ്ട കേട്ടോ, സമാനമായിട്ട് ഇരുന്നാൽ മതി. ഇനി ഗന്ധർവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഒരു ഭക്ത പറയുന്നത്, ഭീമനാണ് പത്നിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്തും കഷ്ടപ്പെട്ടത്. അങ്ങനെ ഇനി നിന്റെ ഭർത്താക്കന്മാർ വരുന്ന വരെ നീ ഇവിടുന്ന് അനങ്ങരുത്, ഒന്നും ചെയ്യരുത്, നിന്റെ അടുത്ത് എല്ലാം നമ്മൾ എത്തിച്ചോളാം. ഇത് ദൈവം ഇത് ബുദ്ധിമുട്ടരുത്, ഗന്ധർവന്മാർക്ക് ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് പറഞ്ഞു. എന്നിട്ട് രാജാവിനോട് അത് പറയാൻ വേണ്ടി സുദേഷ്ണ പോവുകയാണ്. എങ്ങനെയുണ്ട് ഭീമന്റെ പരാക്രമം?
സൂപ്പറാണല്ലേ. ഒരു ഭക്ത പറയുന്നു, ദ്രൗപദി ദേവി അഗ്നിപുത്രി അല്ലേ? ആണ്. അതുകൊണ്ട് അങ്ങനെ കീചനായിട്ട് നല്ല ഒന്നാം തരം പണി കൊടുത്തു ഭീമസേനൻ. ഭീമസേൻ കീ ജയ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഒരു മാതാവ് ചോദിച്ചു, ദ്രൗപദി ദേവി അഗ്നിപുത്രി അല്ലേ? എന്താണ് സംശയം? എന്താണ് സംശയം? പറയൂ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ. ഒരു മാതാജി ഒരു സംശയം ചോദിച്ചിരുന്നു, അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. വേറെയും ഭക്തർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലിടാം, കമൻസിലിടാം. ഷിതാ മാതാജി എന്തോ ഒരു സംശയം ചോദിച്ചിരുന്നു, ദ്രൗപദി ദേവി അഗ്നിപുത്രി അല്ലേന്ന്. ആണ്. അതിനിപ്പോ എന്താ, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സംശയം? ഒരു പക്ഷെ ടൈപ്പ് ചെയ്യായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് തീർന്നിട്ടില്ല. കുരുവംശത്തിൽ കൗരവരെല്ലാവരും കൂടെ വിരാട് രാജ്യം ആക്രമിക്കുകയാണ്. കാരണം അവിടെ ചർച്ചയായി, കീചകൻ മരിച്ചു, അതിൻ്റെ അർത്ഥം ഭീമൻ അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇനി ഒന്നും നോക്കണ്ട, നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ പോകണം. ആരോ ഒരു ഭക്ത എന്തോ ടൈപ്പ് ചെയ്തല്ലോ, അഗ്നിപുത്രി അല്ലേ എന്ന് പറഞ്ഞു അല്ലേ? അതുമായിട്ട് എന്താ ഉദ്ദേശിച്ചത്? അഗ്നിപുത്രി ആയിട്ടും ഇത്രയൊക്കെ ദുഃഖം അനുഭവിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിന്റെ ഉത്തരം ഒരു വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ അമ്പരന്ന് പോകും, ഷോക്കായി പോകും. ഇതുവരെ ഒരു മഹാഭാരതത്തിലും നിങ്ങൾ കേൾക്കാത്ത ഒരു വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്, വലിയൊരു രഹസ്യമുണ്ട് ദ്രൗപദി ദേവിയെ കുറിച്ച്. അതിപ്പം പറയണോ? ഇതുവരെ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത, ഉറപ്പാണ് 100% അറിയാത്ത വലിയൊരു രഹസ്യമുണ്ട് ദ്രൗപദി ദേവിയെ കുറിച്ച്. എനിക്ക് ഉറപ്പാണ് ആ രഹസ്യം നിങ്ങൾക്ക് എന്തായാലും മലയാളത്തിൽ നിങ്ങൾക്ക് ആരും അത് പറഞ്ഞു തരാൻ കഴിയില്ല. ഓക്കെ, രാജൻ കെ, ഞാനല്ല ഗുരുദേവ് ചോദിച്ചത്, അത് വേറെ ആരാ ചോദിച്ചത്? വേറെ ആരോ ഒരാൾ ചോദിച്ചു, ദ്രൗപദി ദേവി അഗ്നിപുത്രിയായിട്ടും എന്തുകൊണ്ട് ഇത്രയും ദുഃഖം അനുഭവിച്ചു, ഇത്രയും ദുരിതം? അതാണ് ഉദ്ദേശിച്ചത്. ആരോ ഒരാൾ ചോദിച്ചത്, ആരാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഒന്ന് കമന്റ്സിലിടൂ, ഞാൻ ഒന്നും കൂടെ നോക്കാം. ഞാൻ നോക്കട്ടെ ആരാണത് ഇട്ടത്? ഷൈമു രവി മാതാജി. അതെ, അതല്ലായിരുന്നു മത്തിയുടെ ചോദ്യം. സാക്ഷാൽ അഗ്നിയിൽ നിന്ന് വന്നിട്ട് എന്തുകൊണ്ട് ദ്രൗപദി ദേവി ഇത്രയും പ്രശ്നം? ദേവിക്ക് വിജയം സുനിശ്ചിതമാണെന്ന് ഉദ്ദേശിച്ചു. ഓക്കെ, അഗ്നിപുത്രി ആയതുകൊണ്ട് വിജയം സുനിശ്ചിതം. ഓക്കെ, പക്ഷെ വേറൊരു ട്വിസ്റ്റും കൂടെ ഉണ്ട്. അതിപ്പം പറയണോ? ഓക്കെ, ഒരു ഭക്ത പറയുന്നു, വിഷ്ണു സഹസ്രനാമത്തിലെ ദേവകി നന്ദന സൃഷ്ട ശിതീഷ പാവനാശ എന്ന് വിവരിക്കാമോ? ഇനി ഒരു സന്ദർഭത്തിൽ വിവരിക്കാം. ദ്രൗപദി ദേവിയാണ് കീചകന്റെ അന്ത്യത്തിന് കാരണം എന്നറിഞ്ഞിട്ടും എന്താണ് സുദേഷ്ണ രാജ്ഞി ദേവിയോട് ദേഷ്യം തോന്നാതിരുന്നത്? ജീവനിൽ കൊതിയില്ലടേ. കീചകന്റെ കാര്യം ഈ ഗതിയാണെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം എന്ത് ഗതിയായിരിക്കും? എല്ലാവർക്കും ഓരോരുടെ ജീവനല്ലേ ഇമ്പോർട്ടന്റ്. കീചകന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ കീചകന്റെ ശവം പോലും കിട്ടിയില്ല നേരെ ദഹിപ്പിക്കാനായിട്ട്, ശേഷക്രിയ ചെയ്യാൻ. ഇത്രയും വലിയ മല്ലന്റെ ഗതി ഇതാണെങ്കിൽ നമ്മുടെയൊക്കെ ഗതി എന്തായിരിക്കും എന്നാണ് സുദേഷിനെ ചിന്തിച്ചതെന്ന് തോന്നുന്നു.
ദ്രൗപദിയുടെ കാര്യത്തിൽ വലിയൊരു സീക്രട്ട് ഉണ്ട് കേട്ടോ. ഇതെല്ലാവരും ഓർത്തു വയ്ക്കുക. അത് ഇനി ഒരു സന്ദർഭത്തിൽ ഞാൻ പറയുന്നതായിരിക്കും. അത് മഹാഭാരത യുദ്ധത്തിന്റെ ഇടയ്ക്കാണ് ആ രഹസ്യം വെളിപ്പെടുന്നത്. അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഷോക്കായി പോകും കേട്ടോ. അതിന് അത് ഓർത്തു വയ്ക്കുക. ഇപ്പം ഞാൻ സസ്പെൻസ് പൊളിക്കുന്നില്ല, കാരണം ഇപ്പോൾ സസ്പെൻസ് പൊളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കേൾക്കുമ്പോൾ ഒരു ത്രില്ല് വരത്തില്ല. അതുവരെ നിങ്ങൾ കാത്തു നിൽക്കൂ. ദ്രൗപദിയുടെ കാര്യത്തിൽ വലിയൊരു രഹസ്യമുണ്ട്. ആ രഹസ്യം നിങ്ങളെ ഷോക്ക് അടിപ്പിക്കുന്നില്ല. ഓക്കെ, സന്തോഷമായില്ലേ? എല്ലാവരുടെയും ഉറക്കം പോയില്ലേ? അല്ല, ഞാൻ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ സന്ദർഭത്തിൽ നിങ്ങളത് കേൾക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഒരു ഭക്ത പറഞ്ഞ് ഇപ്പോൾ പറയൂ സ്വാമിജി മറക്കരുതേ. നിങ്ങളത് ഓർത്തു വയ്ക്കുക. നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുക. ആ സമയത്ത് മഹാഭാരത യുദ്ധത്തിന്റെ ഇടയിലാണ് ആ സംഭവം വരുന്നത്. ദ്രൗപദി ദേവിയെ കുറിച്ച് കുറച്ചും കൂടെ കുറച്ച് രഹസ്യങ്ങളൊക്കെ ഉണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഷോക്കായി പോകും. ഓക്കെ, അത് നമുക്ക് അപ്പോൾ പറയാം. ഓക്കെ, ഇനി നാളത്തെ അധ്യായത്തിൽ നമ്മൾ വിരാട് യുദ്ധം, ഭീമന്റെ ഹീറോയിസം കണ്ടില്ലേ, ഇനി അർജുന്റെ ഹീറോയിസം. അന്നേരം അടുത്ത അധ്യായത്തിൽ അത് 2-3 അധ്യായങ്ങളുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, മാക്സിമം നാളെ തന്നെ ആ യുദ്ധം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. കൗരവർ വിരാട് രാജ്യം ആക്രമിക്കുന്നു. അർജുനൻ, വില്ലാളി വീരനായ അർജുനൻ മുന്നോട്ട് വരുന്നു. അങ്ങനെ വിരാട് യുദ്ധം, അടിപൊളി രംഗമാണ് ഇനി അങ്ങോട്ട്. ഓക്കെ, മാക്സിമം നോക്കാം. അഥവാ നാളെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ യാത്ര കഴിഞ്ഞിട്ടായിരിക്കും. ഒരു 2-3 ദിവസം ഗ്യാപ്പ് കാണും. അത് കഴിഞ്ഞ് വൃന്ദാവനത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മഹാഭാരത ചർച്ച തുടരാം. എല്ലാവർക്കും കീജന് കൊടുത്തത് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? നല്ല കിടിലം ഇടിയായിരുന്നു ഭീമസേനന്റെ അല്ലേ? ഭീമസേന നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്താറില്ല അല്ലേ? എല്ലാവരും കമൻസിൽ ഇഷ്ടപ്പെടും. ഇന്നത്തെ മഹാഭാരതത്തിൽ നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെട്ടത്? ഭീമന്റെ ഏത് ഇടിയാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഇഷ്ടപ്പെടുത്തിയത്? മുടി പിടിച്ച് തൂക്കി എറിഞ്ഞതാണോ, അതോ നെഞ്ചത്ത് തൂക്കി ഇടിച്ചതാണോ, അതോ നെഞ്ചത്ത് ചവിട്ടിയിട്ട് കഴുത്ത് പിടിച്ച് ഞെരിച്ചതാണോ, അതോ ഭീമന്റെ ഒടുക്കലത്തെ ഇടിയാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഒരു ഭക്ത പറയുന്നത് പിന്നെ എന്തിനാ ഇപ്പോൾ പറഞ്ഞത്? ഇപ്പോൾ പറഞ്ഞ അപ്പോൾ പറയുമ്പോൾ ത്രില്ല് കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട്. അതോ ഭീമന്റെ ഒടുക്കലത്തെ ഇടിയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അതോ ഭീമന്റെ ഈ കീചകന്റെ അനുയായികളെ ഇടിച്ചതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭീമനെ കീചകനെ ഇടിച്ചത് എന്തായാലും ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദ്രൗപദി തിരിച്ചു വരുമ്പോഴത്തേക്ക് എല്ലാം ഒരു നമ്മളൊന്നും കണ്ടില്ലേ, നമുക്ക് കണ്ണു കാണത്തില്ലേ? അത് വളരെ രസമായിരുന്നു. ദ്രൗപദി വന്നത് എല്ലാ അമ്മമാരും ഓടിയുള്ളൂ. ഹരേ കൃഷ്ണ. ഇതൊന്നും വെറും കഥകളല്ല, ഒറിജിനലി നടന്ന സംഭവങ്ങളാണ് അല്ലേ? നാളെ രാവിലെ ഭാഗവതമുണ്ട്. രാവിലെ 7 മണിക്ക് നമുക്ക് കാണാം. 6 മണിക്ക് കേട്ടോ. ആ പന, ഒരു ഭക്ത പറയുന്നത് നെഞ്ചിൽ കൊടുത്ത ആ സൂപ്പർ ഇടി, അതും കേട്ടില്ലായിരുന്നു. പന പിഴുതെടുത്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. ദ്രൗപദി ദേവിയും ഇങ്ങനെ നിർബന്ധിപ്പിച്ച് ബലാത്കാരേണ കൊണ്ടുവരുന്നു. എന്നിട്ട് കീചകന്റെ ശവം ഇങ്ങനെ തൂക്കിക്കൊണ്ട് വരുമ്പോ നിൽക്കുന്നത് ഒരു കാലമാടൻ, വലിയൊരു പനയും തോളിൽ വെച്ചിട്ട് മുഖം എല്ലാം മറച്ച് അവരോടെ ഓടിക്കോടാ എന്ന് പറഞ്ഞിട്ട് ശവം അതേപോലെ തറയിട്ടിട്ട് ഒറ്റ ഓട്ടം. എന്നാ ഭീമസേനെങ്കിലും വിചാരിക്കണ്ടേ, ഓക്കെ എല്ലാവരും ഓടിയില്ല, ഇനി വിട്ടേക്കാന്ന് പറഞ്ഞു. പുറകെ പോയി ഒരുത്തനെ പോലും വിട്ടില്ലെന്നുള്ളത്, 100 എണ്ണത്തിനെയും കൊന്നു എന്നുള്ളതാണ്, അടിച്ചു കൊന്നു എന്നുള്ളത്. പാന വെച്ച് അടിക്കുകയാണ്. ഇത്രയും വലിയ പാന വെച്ച് ഒരടി അവൻ തെറിച്ചു പോയി വേറെ ഏതോ മരത്തിൽ കൊണ്ട് ഇങ്ങനെ എന്തോ ഞാൻ നേരത്തെ പറയുന്നത് ഈ എന്തു പറയുന്നത്, നമ്മള് ചാണകം ഉണങ്ങാൻ വേണ്ടി ഭിത്തിയിൽ തേച്ചു വെക്കുന്ന പോലെ അവന്മാരൊക്കെ ഇടിച്ച് തേച്ചു വെച്ചു എന്നുള്ളതാണ് ഓരോ മരത്തിൽ. ഹരേ കൃഷ്ണ. ഭീമസേൻ കി ജയ്. ഹരേ കൃഷ്ണ. ഓക്കെ, ഇനി നാളെ രാവിലെ നമുക്ക് കാണാം. എന്നിട്ട് വൈകുന്നേരത്ത് നമുക്ക് മാക്സിമം വിരാട് യുദ്ധം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. നാളെ നമുക്ക് വേണമെങ്കിൽ മഹാഭാരതം കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലേ? കാരണം ഇനി കുറച്ച് ദിവസം ഗ്യാപ്പ് ഉണ്ടല്ലോ. അതുകൊണ്ട് വിരാട് യുദ്ധത്തിന്റെ ആ ഒരു അധ്യായം കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അല്ലേ? ഒരു 6 മണി മുതൽ ഒരു മാക്സിമം ഒരു 9 മണി വരെയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ നോക്കും.
പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? എന്ത് പറയുന്നു? ഇന്ന് തന്നെ ഇപ്പോൾ 7:45. ഹരേ കൃഷ്ണ. അന്നേരം നാളെ നമുക്ക് വൈകുന്നേരത്തെ മഹാഭാരതം കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം. രാവിലത്തെ ഭാഗവതം എന്തായാലും 6 മണിക്കുണ്ടായിരിക്കുന്നതാണ്. ഒരുപാട് നന്ദി. നിങ്ങൾ ഇത്രയും ഉത്സാഹത്തോടുകൂടി ഈ സത്സംഗത്തിൽ വരുമ്പോഴാണ് നമുക്കും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനൊരു സന്തോഷം. ഒരുപാട് നന്ദി. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി നാളെ രാവിലെ 6 മണിക്ക് നമുക്ക് ഭാഗവത്തിൽ കാണാം. ഹരേ കൃഷ്ണ. ഒരു ഭക്ത പറയുന്നത് അതേപോലെ ദുശാസനെ കൊല്ലണം. പിന്നെ ദുശാസനെ ഇതിൽ നിന്നും ഭീകരമായിട്ടാണ് കൊല്ലുന്നത്. ജീവനോടെ അവന്റെ കൈ പിഴുതെടുക്കുകയാണ് ഭീമസേന. അതായത് ദ്രൗപദി ദേവിയെ പിടിച്ച അതേ കൈ അവന്റെ കൈ ഇങ്ങനെ പിഴുതെടുക്കുകയാണ്. എന്തുമായിരിക്കും അല്ലേ? എന്നിട്ട് അവന്റെ നെഞ്ച് കീറുകയാണ് ജീവനോടെ. അവനെ കൊല്ലാതെ ജീവനോടുകൂടി അവന്റെ നെഞ്ച് പിഴുതെടുക്കുകയാണ്, ഇങ്ങനെ കീറുകയാണ്. അതായത് നരസിംഹസ്വാമി നെഞ്ച് കീറിയതോടെ കുടലുമാല പുറത്തെടുത്തതുപോലെ നെഞ്ചും കുടലുമാലയും വയറ്റിൻ്റെ അവിടെയും കീറിയതുപോലെ ഭീമസേന 2 കൈകളോട് കൂടി അവൻ്റെ നെഞ്ചിങ്ങനെ വലിച്ചു കീറുകയാണ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പണി കിട്ടും. ചെയ്തവൻ എവിടെ പോകാനാണ്? ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കണം, ഇത്രയേ ഉള്ളൂ അല്ലേ? പക്ഷെ ഇതിനെല്ലാം കാരണം ഒരു ദ്രൗപദി ദേവിയുടെ ബന്ധപ്പെട്ട ഒരു സൂപ്പർ സീക്രറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. ഹരേ കൃഷ്ണ.